ആ സാർ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ സാർ, താങ്ക് യു ജോയിൻ ചെയ്തതിന്. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് പരിപാടിയിൽ LSTD ബഹുമാനപ്പെട്ട DM പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക രോഗം എന്നുള്ളതിനേക്കാൾ നമ്മൾ സമഗ്ര ആരോഗ്യ പദ്ധതി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ചർച്ച ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ LSTD പ്രൊജക്റ്റുകൾ അത് തയ്യാറാക്കേണ്ട സമയം, അതായത് 2025-26 വർഷത്തേക്കുള്ള LSTD പ്രൊജക്റ്റുകൾ തയ്യാറാക്കേണ്ട സമയം ഇപ്പോഴാണ്. തയ്യാറാക്കി നമ്മൾ സമർപ്പിച്ച് അംഗീകാരം വാങ്ങിക്കേണ്ടതിന്റെ മാർഗരേഖകളും അതിന്റെ ടൈം ലൈനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ LSGD പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പഞ്ചായത്തിന്റെ ഒരു LSGD പ്രൊജക്ട് എന്നുള്ളത്? ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയാണ് ഒരു പ്രൊജക്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിപാടി ആയിരിക്കും അത്. ഈ പ്രവർത്തന പരിപാടിയെ നിലവിലെ ഗവൺമെന്റ് മാർഗരേഖകൾക്ക് അനുസൃതമായിട്ട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അതൊരു പഞ്ചായത്ത് പ്രൊജക്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രൊജക്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ആ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ അനുസരിച്ച് മാത്രമേ ഈ പ്രൊജക്ട് തയ്യാറാക്കാനും പാടുള്ളൂ. ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് ഈ രീതിയിലല്ല. കാരണം നമ്മൾ എന്താണ് പ്രശ്നം എന്ന് അറിയാതെ കഴിഞ്ഞ വർഷം വെച്ച അതേ പ്രൊജക്ടുകൾ പേര് മാറ്റിയിട്ട് വയ്ക്കുന്ന രീതിയാണ്. യഥാർത്ഥത്തിൽ ആ രീതിയിലല്ല നമ്മൾ പ്രൊജക്ടുകൾ തയ്യാറാക്കേണ്ടത്. അപ്പോ ഇപ്പൊ ഈ നമ്മൾ ഈ പ്രശ്നം ആദ്യമായിട്ട് അറിയണമെങ്കിൽ നമ്മളത് ഡോക്യുമെന്റഡ് ആയിട്ട് തന്നെ അറിയണം. അതായത് നിലവിലെ നമ്മളെ ഡാറ്റ അനുസരിച്ചിട്ട് തന്നെ പ്രശ്നങ്ങൾ അറിയണം. അപ്പൊ ആദ്യം നമ്മൾക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം അറിയുക എന്നുള്ളതിലേക്ക് പോകാം. ആഹ് അതിനായിട്ട് നമ്മൾക്ക് ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് അഥവാ ആരോഗ്യ അവസ്ഥ റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ ആരോഗ്യ അവസ്ഥ റിപ്പോർട്ട് എന്നുള്ളത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കുകൾ വെച്ചിട്ടുള്ള ഒരു ഹെൽത്ത് അവസ്ഥ റിപ്പോർട്ട് ആണ്. അപ്പോൾ അത് എല്ലാവരും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കാനുള്ള നിർദ്ദേശവും അതുപോലെ തന്നെ തയ്യാറാക്കേണ്ടതിന്റെ കൈപ്പുസ്തകവും എല്ലാ സ്ഥാപനങ്ങൾക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ആ സ്ഥാപനങ്ങളൊന്നും തന്നെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കേണ്ടതാണ്. ഏഹ് ക്ലിയർ ആവുന്നില്ല, കട്ടായി പോന്ന്. എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടോ? ക്ലിയർ ആണോ ഇപ്പോഴ്? കട്ട് കട്ടായിട്ട് സാർ. നിങ്ങളുടേത് മാത്രമല്ല, ബാക്കി ആർക്കെങ്കിലും കംപ്ലൈന്റ് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. ഓ, കംപ്ലീറ്റ് കട്ടായി പോകുന്നുണ്ട്. ക്ലിയർ ഇല്ല സാറേ, ആ ഓക്കെ. കട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ സംസാരിക്കുമ്പോൾ ക്ലിയർ ആണോ? ഇപ്പൊ അല്ല. ക്ലിയർ ആണോ? ഓ, ഇപ്പോൾ സംസാരിക്കുന്നത് ക്ലിയർ ആണോ? ഇല്ല സച്ചിൻ, അത് കട്ട് ചെയ്ത് പോകുന്നു. കട്ടാവുന്നില്ല, അല്ല ആ ക്ലിയർ ആവുന്നില്ല. കട്ട് ചെയ്ത് എന്നൊന്ന് നെറ്റിന്റെ കണക്ഷൻ ഒന്ന് മാറ്റാം. ഓക്കെ.
ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം സർ. ആ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഒരു പ്രശ്നം തിരിച്ചറിയുക എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഉണ്ട് സർ. ഓക്കെ. അപ്പൊ ഈ പ്രശ്നം തിരിച്ചറിയാനായിട്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് വേണം. അത് ഓരോ പഞ്ചവത്സര പദ്ധതിയും ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന 14ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2022 ആരംഭിച്ചു. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിയും ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറാക്കണം. അത് 2022 നമ്മൾ തയ്യാറാക്കേണ്ടതായിരുന്നു. അത് തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ ഓരോ വർഷവും അത് പുതുക്കുകയും വേണം. അപ്പൊ അടുത്ത വർഷത്തെ അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടത് 2022 നമ്മൾ തയ്യാറാക്കിയ കഴിഞ്ഞ 5 വർഷത്തെ, അതിന് മുന്നേയുള്ള 2017 മുതലുള്ള കണക്കുകൾ എടുത്തിട്ടുള്ള HSR ആണ്. ആ HSR നമ്മൾ ഇപ്പോ ഓരോ 2023 പുതുക്കണം, 24 പുതുക്കണം, ഇപ്പോഴും നമ്മൾ പുതുക്കണം. അത് അടുത്ത വർഷത്തേക്ക് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ അതിനകത്ത് വരുന്നത് CD, NCD, മറ്റ് RCHന്റെ എല്ലാം കണക്കുകളാണ്. അത് വെച്ചിട്ടുള്ള ടേബിൾസ് ആണ്. അപ്പൊ അങ്ങനെ HSR നമ്മൾ പുതുക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം നമ്മൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മുടെ ആരോഗ്യ അവസ്ഥ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രവലൻസ് ഏത് രീതിയിലാണ്, അതായത് ഡെങ്കി ആണോ, മലേറിയ ആണോ, അല്ലെങ്കിൽ സ്ക്രബ് ആണോ, ലെപ്റ്റോ ആണോ നമ്മുടെ പരിസരത്ത്, നമ്മുടെ ഈ പറയുന്ന പഞ്ചായത്തിന്റെ കണക്കാണത്. പഞ്ചായത്തിന്റെ പ്രദേശത്ത് കൂടുതൽ NCDയുടെ ആണോ, NCDയിൽ തന്നെ ഏതാണ്, ഡയബറ്റിസ് ആണോ, ഹൈപ്പർ ടെൻഷൻ ആണോ, അതുപോലെ തന്നെ അവിടെ കുടിവെള്ളക്ഷാമം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, മാലിന്യ പ്രശ്നങ്ങളുണ്ടോ, പോഷകാഹാരത്തിന്റെ കുറവ്, അതായത് അനീമിയ പോലെയുള്ള കാര്യങ്ങളുണ്ടോ, സ്ഥാപനത്തിന്റെ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ടോ, കെട്ടിടത്തിന്റെ പരിമിതി ഉണ്ടോ, മെഡിസിൻ ദൗർലഭ്യമുണ്ടോ, അങ്ങനെ ആരോഗ്യവുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ HSR നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇതെല്ലാം പരിഹരിക്കാനാണ് നമ്മൾക്ക് പ്രൊജക്ട് വെക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് മെഡിക്കൽ ഓഫീസർക്ക് സാധിക്കുമോ? ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കെട്ടിടത്തിന്റെ സ്ഥലത്തിന്റെ പരിമിതി നമ്മൾക്ക് പ്രൊജക്ട് നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ആ പ്രൊജക്ട് നടപ്പിലാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അത് നമ്മുടെ എഞ്ചിനീയർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അതുപോലെ തന്നെയാണ് ആ സ്ഥലത്ത് ഒരു കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് ADD കേസുകൾ ഉണ്ട് എങ്കിൽ, ആ ADD കേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ നമുക്ക് പ്രൊജക്റ്റുകൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട് നടപ്പിലാക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് മറ്റ് വർക്കിംഗ് ഗ്രൂപ്പുകളെ നമ്മൾ ഏൽപ്പിക്കേണ്ടി വരും ഈ പറയുന്ന പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനായിട്ട്. അത് കുടിവെള്ളത്തിന്റെ ആണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ മീൻസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറോ ഇടപെട്ടുകൊണ്ട് അതിനുള്ള പ്രൊജക്റ്റുകൾ. ഇനി അതല്ല, ചിലപ്പോൾ അവിടെ നമ്മുടെ വയോജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അത് സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ കൗമാരക്കാരായ ആൾക്കാർക്ക് വിളർച്ചയുടെ പ്രശ്നമാണെങ്കിൽ കൂടുതൽ പോഷണ മൂല്യമുള്ള ഭക്ഷണം എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണെങ്കിൽ അതും സാമൂഹ്യനീതി. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ മറ്റു വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ പ്രൊജക്ട് തയ്യാറാക്കുന്നതിനും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നിശ്ചിത എണ്ണം ഈ പറഞ്ഞ രീതിയിൽ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് അവരുടെ ഉത്തരവാദിത്വം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ HSR തയ്യാറാക്കുക എന്നുള്ളതാണ്. HSR തയ്യാറാക്കിയതിന് ശേഷം നമ്മൾക്ക് ഏത് വർക്കിംഗ് ഗ്രൂപ്പിലാണോ, നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് നിശ്ചയമായിട്ടും ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം വർക്കിംഗ് ഗ്രൂപ്പിൽ നമുക്ക് അത് അവതരിപ്പിക്കാം. അത് അവതരിപ്പിച്ചതിന് ശേഷം മറ്റു വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് നമ്മൾക്ക് കൈമാറാം. അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടുന്ന സമയമാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പ്രൊജക്ട് തയ്യാറാക്കാനുള്ള HSR നമ്മൾ പ്രിപ്പയർ ചെയ്യണം. HSR പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഈ HSR തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും പ്രൊജക്ട് രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. ആദ്യമായിട്ട് HSR തയ്യാറാക്കിയ അത് വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു. അത് അവിടെ മിനിറ്റ് ചെയ്യണം. വർക്കിംഗ് ഗ്രൂപ്പിനൊരു കൺവീനർ എന്നുള്ളത് നമ്മുടെ ആരോഗ്യം വർക്കിംഗ് ഗ്രൂപ്പിന്റെ കൺവീനർ എന്നുള്ളത് മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ ആ വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നീട് ഓഡിറ്റ് വരുമ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിൽ മിനിറ്റ് ചെയ്യാത്ത പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ പാടില്ല. അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ HSR ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾക്ക് പ്രൊജക്ടിന്റെ ആശയങ്ങൾ രൂപപ്പെടേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവനാവിലാസം പോലെ നമ്മൾക്ക് പ്രൊജക്ട് വെക്കുകയല്ല വേണ്ടത്. അപ്പോൾ ആ ചർച്ച ചെയ്ത ഇതിന് ശേഷം നമ്മളത് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രൊജക്ട് വേണം. അപ്പോൾ മെഡിസിൻ ഷോർട്ടേജ് പറഞ്ഞു, മെഡിസിൻ ഷോർട്ടേജിനാണെങ്കിൽ നമുക്ക് മെഡിസിൻ വാങ്ങാനുള്ള പ്രൊജക്ട് വെക്കണം. അതുപോലെ തന്നെ അവിടെ നമ്മുടെ
വാഹനം ഓടുന്നതിന് കൂടുതൽ ഫണ്ട് ആവശ്യമാണ്, അങ്ങനെയാണെങ്കിൽ വാഹനം ഓടുന്നതിനുള്ള പ്രൊജക്ട് വെക്കണം. അങ്ങനെയുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ അവിടെ ഈ പറഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മളത് പിന്നീട് പ്രൊജക്റ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൊജക്റ്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ സെക്രട്ടറിക്ക് കൈമാറി കഴിഞ്ഞാൽ സെക്രട്ടറി അത് ഗ്രാമസഭകളിലേക്ക് കൊടുക്കും. അടുത്തതായിട്ട് ഗ്രാമസഭകൾ, ഓരോ വാർഡ് തലത്തിലും ഗ്രാമസഭകൾ കൂടുക എന്നുള്ള ദൗത്യമാണ് ഉണ്ടാവുക. അങ്ങനെ ഗ്രാമസഭ കൂടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് അവരുടെ ആശയങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് തിരിച്ചു വരും. പിന്നീട് വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയിട്ട് അത് ചർച്ച ചെയ്തിട്ട് അന്തിമമാക്കിയിട്ട്, അതായത് ആ ഗ്രാമസഭകളുടെ അധികാരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി എടുത്തതിന് ശേഷം, യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഏറ്റവും കൂടുതൽ അധികാരം ഉള്ളത് ഗ്രാമസഭകൾക്കാണ്. അപ്പോൾ ഗ്രാമസഭകളുടെ അവരുടെ അഭിപ്രായം കൂടി എടുത്തതിന് ശേഷം ഈ തിരിച്ചു വരും. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് കൂടി അത് ചർച്ച ചെയ്തിട്ട് അന്തിമമാക്കുക, അത് മിനിറ്റ് ചെയ്യുക. അതിനുശേഷം വികസന സെമിനാർ എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ആ വികസന സെമിനാറിൽ നമ്മൾ ഇത് അവതരിപ്പിക്കുമ്പോഴാണ് ഇത് പ്രൊജക്ട് പേരുകൾ അത് അന്തിമമാകുന്നത്. അപ്പോൾ അതിനുശേഷം പേര് അന്തിമമായി കഴിഞ്ഞാൽ അത് ഭരണസമിതിയിലും കൂടെ അവതരിപ്പിക്കണം. അത് നമ്മളല്ല, സെക്രട്ടറി അവതരിപ്പിച്ചതിന് ശേഷം അതിന് അംഗീകാരം വേണം. അപ്പോൾ ഇതൊക്കെ ഏത് രീതി അല്ല ഏത് തീയതിയിലാണ് ഇതൊക്കെ അവതരിപ്പിച്ചത് എന്ന് പിന്നീട് ഓഡിറ്റ് വരുമ്പോൾ നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. കാരണം നമ്മളാണ് ഇതിന്റെ, അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറാണ് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. അതിനുശേഷമാണ് ഇതിനെ പ്രൊജക്ട്, ഇപ്പോൾ അതെല്ലാം അതിനുശേഷമാണ് അതിന്റെ ഡിജിറ്റൽ കാര്യങ്ങൾ വരുന്നത്. കാരണം ഇപ്പോൾ പ്രൊജക്റ്റും അതിന്റെ പൈസ കൊടുക്കലും എല്ലാം വെബ് പോർട്ടൽ അല്ലെങ്കിൽ ഡിജിറ്റൽ രീതിയിലാണ്. അതിനാണ് സുലേഖ എന്നുള്ളൊരു പോർട്ടൽ LSCD വകുപ്പിനുള്ളത്. അതിനകത്ത് ഓരോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്കും, അതായത് മെഡിക്കൽ ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ICDS ആയിക്കോട്ടെ, അവർക്കെല്ലാം ലോഗിൻ ID ഉണ്ട്. അതിനകത്ത് അവർ കയറി അവർ അതിനുശേഷം അതിന്റെ പ്രൊജക്ട് എൻട്രിയും കൂടി അതിനകത്ത് നടത്തണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വർക്കിംഗ് ഗ്രൂപ്പിന്റെ മിനിറ്റ്സ് ബുക്ക് എന്നുള്ളത് ഓഡിറ്റിനും കൂടെ നോക്കും. അതായത് വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ മിനിറ്റ്സിന്റെ കസ്റ്റോഡിയൻ യഥാർത്ഥത്തിൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ കൺവീനർ ആണ്. വർക്കിംഗ് ഗ്രൂപ്പിൽ നമ്മുടെ ആരോഗ്യ വർക്കിംഗ് ഗ്രൂപ്പിന്റെ കൺവീനർ എന്നുള്ളത് അത് മെഡിക്കൽ ഓഫീസർ തന്നെയാണ്. അപ്പോൾ പക്ഷെ പലപ്പോഴും പല പഞ്ചായത്തുകളും ഈ മിനിറ്റ്സ് ബുക്ക് കൺവീനർക്ക് കൊടുത്തുവിടുന്നതിന് പകരം അത് അവരുടെ കാര്യാലയത്തിൽ നിന്ന് സൂക്ഷിക്കുകയാണ് ചെയ്യുക. അതിനകത്ത് നമുക്കൊന്നും പറയേണ്ടതില്ല. പക്ഷെ അതിന്റെ ഒരു കോപ്പി, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മുടെ ഫയലിലും കൂടെ വെക്കാനായിട്ട്, അതായത് വർക്കിംഗ് ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്തു, അതിനുശേഷം ഇത് മിനിറ്റ് ചെയ്തു എന്നുള്ളതും കൂടെ. കാരണം വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാത്ത ഒരു പ്രൊജക്റ്റും യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനായിട്ട് പാടുള്ളതല്ല. അത് എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ട് ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ പേഴ്സണലി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനകത്ത് നിങ്ങളുടെ ഒപ്പം കൂടെ വേണ്ടതാണ്. അപ്പോൾ ഒരു സംശയം വരും, ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ടും അല്ലെങ്കിൽ HSR പ്രകാരം പ്രശ്നമാണെന്ന് കണ്ടെത്തിയിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നടപ്പിലാക്കാനായിട്ട് നമ്മൾക്ക് കുറെ ആശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഈ പറഞ്ഞ ആശയങ്ങൾ എല്ലാം തന്നെ നമുക്ക് പ്രൊജക്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ? ഇതിനെല്ലാം മറ്റാരൊന്നും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് ഫണ്ട് ചെലവാക്കാൻ പറ്റുമോ? അങ്ങനെ യാതൊരു തരത്തിലും പറ്റില്ല. അതിന് കൃത്യമായിട്ട് മാർഗരേഖ, അതായത് പ്രൊജക്ട് മാർഗരേഖ എന്നുള്ള ഒന്നുണ്ട്. അതുകൂടാതെ സബ്സിഡി മാർഗരേഖ അഥവാ സബ്സിഡി നോംസ് എന്നുള്ള ഉത്തരവുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ HSR തയ്യാറാക്കി, നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു, നമുക്ക് ഇന്ന പ്രൊജക്ട് വേണം, മെഡിസിൻ വാങ്ങിക്കാൻ പ്രൊജക്ട് വേണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പ്രൊജക്ട് വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം എന്ത് നോക്കണം? നമ്മൾ നമ്മുടെ പ്രൊജക്ട് മാർഗരേഖയും സബ്സിഡി മാർഗരേഖയും നോക്കണം. അത് എല്ലാ വർഷവും ഇറങ്ങുകയില്ല, ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കത്തിലും ആണ് ഇറങ്ങുക. ഞാനിപ്പോൾ പറഞ്ഞു, നമുക്കിപ്പോൾ 14ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് 2022 ആരംഭിച്ചു. അപ്പോൾ 2022 അതിന്റെ മാർഗരേഖ ഇറങ്ങിയത്. ഈ പഞ്ചവത്സര പദ്ധതി തീരുന്നത് വരെ, അതായത് 2026 വരെയും ഇതേ മാർഗരേഖ തന്നെയാണ് നിലവിൽ പോവുക. അപ്പോൾ അതിന് നോക്കേണ്ടത്, പഞ്ചായത്തുകൾക്ക് ഒരു മാർഗരേഖയുണ്ട്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് മറ്റൊരു മാർഗരേഖയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടി എങ്ങനെയാണ് ഈ ഫണ്ട് ചെലവാക്കേണ്ടത്, അതായത് എത്ര രൂപ ഒക്കെ വെക്കാം, ഇതിപ്പം നമ്മൾ ഓരോ പദ്ധതിക്കും എത്രമാത്രമൊക്കെ രൂപ ചെലവാക്കാം എന്നൊക്കെയുള്ള ഒരു സബ്സിഡി മാർഗരേഖ കൂടി ഉണ്ട്. അതാണ് ഈ പറഞ്ഞ 3ാമത്തെ മാർഗരേഖ. അപ്പോൾ ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർഗരേഖ ഇതിനകത്തുനിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ മാർഗരേഖ മുഴുവനായിട്ടും ഇവിടെ കാണിക്കുന്നില്ല. പക്ഷെ ഇത് ഒരുപാട് പേജുകൾ, 100-ലധികം പേജുകളുടെ ഉത്തരവാണ്. പക്ഷെ ഇതിനകത്ത് ആരോഗ്യം മാത്രമാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് വായിക്കാതെ ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസറും പ്രൊജക്ട് വെക്കാനോ നടപ്പിലാക്കാനോ പാടില്ല. കാരണം നമുക്ക് പിന്നീട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമ്പോൾ 2-3 കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. ഒന്ന്, പർച്ചേസിന്റെ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നോക്കും. അതുകൂടാതെ ഈ പറഞ്ഞ സംഭവം, നമ്മുടെ പ്രൊജക്ട്, ഇത് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്തതാണോ, അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ച ചെയ്തതിനു ശേഷം മിനിറ്റ് ചെയ്തിട്ടുണ്ടോ, മിനിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്ട് നമ്മൾ
നടപ്പിലാക്കുന്നത് നമ്മുടെ മാർഗരേഖ, അതായത് സബ്സിഡി മാർഗരേഖയും നമ്മുടെ പ്രൊജക്ട് മാർഗരേഖയും അനുസരിച്ചിട്ട് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ മീൻസ് ഓഡിറ്റേഴ്സ് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം, ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം പോലും അല്ല അവർ നോക്കുക. അവർ നോക്കുന്നത് ഇതിനകത്ത് ജിയോയ്ക്കകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ജിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് വായിക്കാതെ ആരും തന്നെ പ്രൊജക്ട് നടപ്പിലാക്കാൻ പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് പേജുള്ള ഉത്തരവാണ്, പക്ഷെ ആരോഗ്യം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേജുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് മാർഗരേഖയിൽ പറയുന്നതാണ്, സബ്സിഡി മാർഗരേഖയിലല്ല, പ്രൊജക്ട് മാർഗരേഖയിൽ. അതായത് ഇത് എന്തൊക്കെ പ്രൊജക്ടുകൾ വെക്കാം എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രൊജക്ടുകളൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് ഇതിനകത്ത് അഞ്ചാമത്തെ എടുക്കുകയാണെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങലും അല്ലെങ്കിൽ അവയുടെ നിർമ്മാണം, റിനോവേഷൻ, അതൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് പക്ഷേങ്കിൽ നമ്മുടെ LSGD എഞ്ചിനീയർ ആണ്. അപ്പൊ നമുക്ക് ഇത് ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ഏതെങ്കിലും സബ്സിഡി റിനോവേഷനോ അല്ലെങ്കിൽ നമ്മുടെ PSCയുടെ റിനോവേഷനോ ഒക്കെ തന്നെ നമുക്ക് പ്രൊജക്ട് വെക്കാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് നടപ്പിലാക്കേണ്ട നിർമ്മാണ ഉദ്യോഗസ്ഥർ എന്നുള്ളത് അതിന്റെ സാങ്കേതിക പരിജ്ഞാനം ഉള്ളവരായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ രോഗപ്രതിരോധ നടപടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രൊജക്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഇതിന്റെ 8ാമത്തെ പോയിന്റ് ആയിട്ടാണ് നമുക്ക് ഒരു ആരോഗ്യ ജാഗ്രതാ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചിത വിഹിതം നമ്മുടെ പഞ്ചായത്തുകൾക്ക് വകയിരുത്താവുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് പിന്നെയും സംശയം വരും. നമ്മൾക്ക് മാർഗരേഖയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ എല്ലാ കാര്യങ്ങളും മാർഗരേഖയിൽ പറയാൻ പറ്റില്ല. അപ്പൊ മാർഗരേഖയിൽ പറയാത്ത ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ആശയം ആയിട്ട് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ HSRൽ ഒരു പ്രശ്നമാണ്. HSRലെ പ്രശ്നം ഒരു ആശയമായിട്ട് വന്നു. ആ ആശയം, അതായത് ഇപ്പൊ അവിടെ ഒരുപാട് വലിയ ക്യാമ്പ് വേണമെന്നോ അല്ലെങ്കിൽ വേറൊരു ഡയാലിസിസ് സെന്റർ വേണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ വരാം. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ വരുമ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മുടെ മാർഗരേഖയിലും സബ്സിഡി മാർഗരേഖയിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി സബ്സിഡി മാർഗരേഖയിലും പ്രൊജക്ട് മാർഗരേഖയിലും ഇങ്ങനെ എല്ലാം പറയാൻ സാധിക്കില്ല. അപ്പം ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊജക്റ്റായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് നമ്മൾ സംസ്ഥാനതല വികേന്ദ്രീകൃത ആസൂത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഈ പ്രൊജക്ടിനെ എല്ലാം കൃത്യമായിട്ട് 2 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ളതാണ്. അത് നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന് നേരിട്ട് തന്നെ ഈ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഒരു കത്ത് അയക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ HSRനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാനായിട്ട് വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട്, പക്ഷെ അത് മാർഗരേഖയിൽ ഈ നേരത്തെ പറഞ്ഞ മാർഗരേഖ നമ്മൾ കോട്ട് ചെയ്യുക, ഈ മാർഗരേഖയ്ക്കകത്ത് അങ്ങനെ പറഞ്ഞിട്ട് കാണുന്നില്ല, ആയതിനാൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കത്ത്. പക്ഷെ ആ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കത്ത് അയക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊജക്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അതിനകത്ത് പറയണം. അല്ലെങ്കിൽ പിന്നെ ആ കത്ത് പിന്നെ തിരിച്ചു വരും. കാരണം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് അവർ നമ്മൾക്ക് മറുപടി തരുന്നത്, അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ മിനിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയിലേക്ക് നമുക്ക് പഞ്ചായത്തിന്, അതായത് സെക്രട്ടറിക്ക് നേരിട്ട് കത്തയക്കാം. ആ കത്തയച്ചു കഴിഞ്ഞാൽ അതിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തും. ആ അജണ്ട നമുക്ക് ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും, അടുത്ത മാസം കൂടാൻ പോകുന്ന ഈ കമ്മിറ്റിയുടെ അജണ്ട. അപ്പോൾ നമ്മുടെ കത്ത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കും. പിന്നെ അതിനുശേഷം ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അത് തിരുവനന്തപുരത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയൊന്നും വേണ്ട. ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ലിങ്കും നിങ്ങൾക്ക് ഈ PDF കിട്ടുമ്പോൾ അതിനകത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പഴയ കമ്മിറ്റി തീരുമാനങ്ങളും ഇനി നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്മിറ്റി തീരുമാനങ്ങളും പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾക്ക് ഒരു പ്രൊജക്ട് നടപ്പിലാക്കുക വിത്തൗട്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്നുള്ളത് വളരെ എളുപ്പമാണ്. നമ്മൾ HSR തയ്യാറാക്കി, HSRൽ ഉള്ള സംഭവം നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു. അതിനുശേഷം അത് മാർഗരേഖയിൽ ഉണ്ടോ എന്ന് നോക്കി, മാർഗരേഖയിൽ ഉണ്ടെങ്കിൽ അതുപോലെ പ്രൊജക്ട് വെച്ചു, മാർഗരേഖയിൽ ഇല്ലെങ്കിൽ നമ്മൾ കോർഡിനേഷൻ കമ്മിറ്റിക്ക് എഴുതി, കമ്മിറ്റിക്ക് കത്തയച്ചതിന് ശേഷം നമ്മൾ അത് ഉൾപ്പെടുത്തി. അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. മാർഗരേഖയിൽ ഇല്ലാത്ത കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കലാണ് പലപ്പോഴും നമ്മുടെ മെഡിക്കൽ ഓഫീസർമാർ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്, അതിനൊന്നും ചെയ്യാനില്ല. ഇത് തൊട്ടടുത്ത് സ്ലൈഡിലെ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുക. അതിതാണ്, അതായത് നമ്മുടെ കോർഡിനേഷൻ കമ്മിറ്റിയെ സമീപിക്കുക. കോർഡിനേഷൻ കമ്മിറ്റി പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ആ പ്രൊജക്ട് ഉൾപ്പെടുത്തുക. അപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞതാണ്, അതായത് ബോധവൽക്കരണത്തിനോ അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് നമ്മളൊരു ക്യാമ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ പാടില്ല. അതായത് ഒരു പ്രൊജക്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനൊരു ഫിസിക്കൽ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എന്തുമാത്രമാണ്, അതായത് ഒരു ക്യാമ്പ്, ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ 100 പേര് ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതും ആ 100 പേരിൽ 2 പേർക്ക് ക്യാൻസർ ഉണ്ട് എന്നും, അല്ലെങ്കിൽ 100 പേര് പങ്കെടുത്തതിൽ 100 പേർക്കും ക്യാൻസർ ഇല്ല എന്ന് കണ്ടെത്തി എന്നുള്ളതും അതിന്റെ ഫിസിക്കൽ അച്ചീവ്മെന്റ് ആണ്. അതേസമയം തന്നെ ഒരാളുടെ ബോധവൽക്കരണം, ഒരു ക്ലാസ് വിളിച്ച് കുറച്ച് പേർക്ക് ചായയും കൊടുത്ത്
ബോധവൽക്കരണ ക്ലാസ് നടത്തി കഴിഞ്ഞാൽ അതിന് മുന്നേ ക്ലാസ് ഇപ്പൊ ക്യാമ്പിനകത്താണെങ്കിൽ ക്യാമ്പിന് തുടങ്ങുന്നതിന് മുന്നേ ഇത്രയും ആൾക്ക് ക്യാൻസർ ഉണ്ടാകാം എന്നുള്ളൊരു സംശയമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ സംശയം ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് തീർന്നു. 100-ൽ 100 ആൾക്കും ക്യാൻസർ ഇല്ല, അല്ലെങ്കിൽ 100-ൽ 2 ആൾക്ക് ക്യാൻസർ ഉള്ളൂ, 98 പേർക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള ഫിസിക്കൽ അച്ചീവ്മെന്റ് കിട്ടി. പക്ഷെ അതേസമയം തന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി കഴിഞ്ഞാൽ ഈ ബോധവൽക്കരണത്തിന് മുന്നേ ഇവരുടെ ബോധം എന്തായിരുന്നു, അതിനുശേഷം ക്ലാസ് നടത്തിയതിനു ശേഷം എന്തുമാത്രം ബോധം പിന്നെ വർദ്ധിച്ചു എന്നൊക്കെയുള്ള നമുക്ക് ഫിസിക്കൽ അച്ചീവ്മെന്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണത്തിന് മാത്രമായിട്ട് നമ്മൾക്ക് ക്ലാസ് പ്രൊജക്ട് വെക്കാൻ പറ്റില്ല. ബോധവൽക്കരണം മാത്രമായിട്ട് പറ്റില്ല. അതേസമയം ഒരു ക്യാൻസർ സ്ക്രീനിങ് പ്രൊജക്ട് നമ്മൾ വെക്കുന്നു. അങ്ങനെ ക്യാൻസർ സ്ക്രീനിങ് പ്രൊജക്ട് വെക്കുമ്പോൾ നമ്മൾക്ക് ക്യാമ്പ് നടത്തണ്ട എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ളത്. ഇപ്രാവശ്യം അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പ് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബോധവൽക്കരണം തുടങ്ങിയവയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വലിയ മേളകൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ കമാനങ്ങൾ നിർമ്മിക്കാനോ അങ്ങനെയുള്ളതൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ പാടില്ല. കാരണം അതൊന്നും നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് അവസാനം ഒരു ഫിസിക്കൽ അച്ചീവ്മെന്റ് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാധിക്കുമോ എന്ന് നോക്കി അങ്ങനെയുള്ള പ്രൊജക്ടുകൾ മാത്രം നമ്മൾ വയ്ക്കാനായിട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും വരെ നമ്മൾ സ്റ്റെപ്പ് എത്തി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭരണസമിതിയുടെ അംഗീകാരം, അതായത് നമ്മൾ HSR ചർച്ച ചെയ്തു, വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു, ആശയങ്ങൾ രൂപപ്പെട്ടു, അത് വർക്കിംഗ് ഗ്രൂപ്പിൽ മിനിറ്റ് ചെയ്തു, ഗ്രാമസഭയ്ക്ക് കൊടുത്തു, പിന്നെയും വർക്കിംഗ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് അന്തിമമാക്കി, പിന്നെ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. വികസന സെമിനാർ എന്നുള്ളത് ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഭരണസമിതിയുടെ അംഗീകാരവും കിട്ടി. അപ്പൊ അങ്ങനെ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തതായിട്ട്. അതിന് ശേഷം ഉള്ളത് നമ്മുടെ പ്രൊജക്ട് എഴുതുക എന്നുള്ളതാണ്. പ്രൊജക്ട് എഴുതാനായിട്ട് ഒരു ഫിസിക്കൽ ഒരു ഫോം തന്നെയുണ്ട്, അതിനകത്ത് എഴുതാം. അതിനുശേഷം ഈ പ്രൊജക്ട് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനായിട്ട് നമ്മൾ എൻട്രി ചെയ്യേണ്ടത് ഇപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലാണ്, അതായത് പോർട്ടലിലാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിലാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനെ LSTD വേറിട്ട് വിളിക്കുന്ന സുലേഖ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ഈ സുലേഖ സോഫ്റ്റ്വെയറിന്റെ ലോഗിൻ ഇതുപോലെ ഇരിക്കും. സുലേഖ സോഫ്റ്റ്വെയറിന്റെ ലോഗിൻ എല്ലാ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർക്കും നൽകിയിട്ടുണ്ടാകും. ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ അവരുടെ ലോഗിനിൽ കയറിയതിനു ശേഷം ഈ പ്രൊജക്ട് എൻട്രി ചെയ്യാനായിട്ട് ഉള്ള സെക്ഷനിൽ പോയിട്ട് അവരുടെ പ്രൊജക്ട് എൻട്രി നടത്താം. അതായത് ഭരണസമിതി അംഗീകരിച്ച ആ പ്രൊജക്ടുകൾ എത്ര തുകയ്ക്കാണോ ചെയ്യേണ്ടത് അത്രയും തുകയ്ക്കുള്ള എൻട്രി നടത്താം. അപ്പോൾ ഇതിനകത്ത് ഈ സുലേഖ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊജക്ട് എൻട്രി എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് അതിന്റെ ബാക്കിയുള്ള കോളങ്ങൾ കാണുക. അതായത് ഒന്നാമതായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ നമ്മൾ പിന്നെ അവിടെ എൻ്റർ ചെയ്യേണ്ട, അതായത് LSTDയുടെ പേര് തുടങ്ങിയവയൊക്കെ ആ കോളത്തിൽ തന്നെ പിന്നെ ഉണ്ടാകും. അതൊന്നും നമ്മൾ എൻ്റർ ചെയ്യേണ്ടതില്ല. അതേസമയം തന്നെ നമ്മളെ പ്രൊജക്റ്റുകൾക്കുള്ള പേരുകളും കാര്യങ്ങളും നമ്മൾക്ക് അവിടെ എൻ്റർ ചെയ്യാം. അതായത് ഇപ്പം ഇന്ന PHCയിലേക്ക് മരുന്ന് വാങ്ങൽ എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഉള്ള പേര് എഴുതാം, അല്ലെങ്കിൽ സ്ക്രീനിങ് ക്യാമ്പ് ആണെങ്കിൽ അങ്ങനെ. അതേസമയം തന്നെ പ്രൊജക്ട് എൻട്രി വരുമ്പോൾ ആ പ്രൊജക്ടിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത പേരുകൾ, അതായത് അതുമായിട്ട് ഒരു പ്രൊജക്ടിന്റെ പേര് കൊണ്ട് തന്നെ ആ പ്രൊജക്ട് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം. അതേസമയം തന്നെ ഭാവനാവിലാസമുള്ള പേരുകളൊന്നും തന്നെ നമ്മൾ അതിനകത്ത് ചേർക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഈ കാണുന്ന പോലെ തന്നെ വീട്ടമ്മമാർക്കൊരു വിനോദം, അല്ലെങ്കിൽ ഇത്തിരി തണലിൽ ഒത്തിരി നേരം കുളിർക്കാറ്റിന് സ്വാഗതം, കളിക്കാൻ പഠിക്കാൻ. കാരണം ഇതൊന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പ്രൊജക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാത്ത പേരുകൾ തന്നെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ബാക്കി ഓരോ സീരിയൽ നമ്പറും പ്രൊജക്ടിന്റെ ഏകവർഷം നമ്പർ, അതുപോലെ തന്നെ വിഭാഗം, അങ്ങനെയൊക്കെ ഓരോന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഇത് കുറച്ച് മുന്നേ എടുത്തതാണ് സ്ക്രീൻഷോട്ട്. ഇപ്പൊ അതിന് ചെറിയ മാറ്റങ്ങൾ, ഈ ഉപമേഖല കോഡുകളിലൊക്കെ അത് മാറ്റം വന്നിട്ടുണ്ട്. ആ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഈ പറഞ്ഞ രീതിയിൽ എൻട്രി ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അതിന് സംശയം ഉണ്ടാകുമ്പോൾ സമീപിക്കാനുള്ളതാണ് ഈ IKM കോർഡിനേറ്റർ. അതായത് ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഈ പറഞ്ഞ പോർട്ടലും അതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ IKM ഇത് പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഈ ഇൻഫർമേഷൻ കേരള മിഷന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടാകും, IKM കോർഡിനേറ്റർ എന്നുള്ള ആൾ. അപ്പോൾ IKM കോർഡിനേറ്ററെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് എൻട്രിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ കോഡ് സെലക്ട് ചെയ്യുക തുടങ്ങിയ സംശയം ഉണ്ടെങ്കിൽ അവർ തീർത്തു തരും. അപ്പോൾ അങ്ങനെ
ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല സ്ഥലത്തും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് പോവുക. പ്രൊജക്റ്റിന്റെ ലക്ഷ്യങ്ങൾ, കാര്യങ്ങൾ അതൊക്കെ അടിക്കാനുണ്ട്. അങ്ങനെ അടിച്ച് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് ഓരോ പേജായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 42ാമത്തെ സെക്ഷനിലെത്തും. അവിടെയാണ് നമ്മൾക്ക് പരമാവധി വിവരങ്ങൾ അതായത് ചേർക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഓഡിറ്റ് വരുമോ എന്നുള്ള ഒരു സംശയത്തിൽ തന്നെ വേണം നമ്മൾ ഇതിന്റെ ഓരോ സ്റ്റെപ്പായിട്ട്, അതായത് HSR തയ്യാറാക്കുന്ന മുതൽ ആരോഗ്യം വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് മിനിറ്റ് ചെയ്യുന്ന മുതൽ അല്ലെങ്കിൽ പ്രൊജക്ട് എൻട്രി മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നോക്കേണ്ടത് നമ്മൾക്ക് ഓഡിറ്റ് വരുമോ എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ആ ഓഡിറ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രൊജക്റ്റിനകത്ത് പരമാവധി വിവരങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നേരത്തെയുള്ള കോളങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റുന്നത് എങ്കിൽ ഈ 42 എന്നുള്ള അധിക വിവരങ്ങൾ എന്നുള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് പരമാവധി കാര്യങ്ങൾ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതി എന്നുള്ള ഈ പദ്ധതിയെ കുറിച്ചാണ്. അപ്പോൾ ആ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ 42 എന്നുള്ള സീരിയൽ നമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡാഷ് പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യാവസ്ഥ റിപ്പോർട്ട് ഈ പറഞ്ഞ ഡേറ്റിന് ചേർന്ന് ആരോഗ്യ വർക്കിംഗ് ഗ്രൂപ്പിൽ അവതരിപ്പിച്ചു. ആ വർക്കിംഗ് ഗ്രൂപ്പിൽ തീരുമാനിക്കപ്പെട്ട പ്രകാരമാണ് ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. അത് ഈ പറഞ്ഞ പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിനും കുത്തിവയ്പ്പ് പോലെയുള്ള മാതൃ ശിശു സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ പ്രൊജക്ട് ഉള്ളത്. ഇതിനകത്ത് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ബോധവൽക്കരണം നമുക്ക് നടത്താം, പക്ഷെ ബോധവൽക്കരണം മാത്രമായിട്ട് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്ലീച്ചിങ് പൗഡർ വാങ്ങൽ, മറ്റ് രോഗ സാമ്പിൾ ടെസ്റ്റ് ചെയ്യൽ, സോഴ്സ് റിഡക്ഷൻ പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ ഇത് ഒരു സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രൊജക്ട് മാർഗ്ഗരേഖ നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതോ അതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഇതിനകത്ത് വാഹന വാടക നൽകുന്ന അടക്കം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില പഞ്ചായത്തുകൾ വാഹന വാടകയുടെ പ്രൊജക്ട്, കാരണം ആ പറഞ്ഞ ഇതൊക്കെ പ്രൊജക്ട് മാർഗ്ഗരേഖയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിനകത്ത് ഖണ്ഡിക 872 പ്രകാരം ഒരു സ്വന്തമായിട്ട് വാഹനമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് വാഹന വാടക നൽകുന്നതിനുള്ള പ്രൊജക്ട് എടുക്കാം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യം കൂടി ഈ സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ചില മെഡിക്കൽ ഓഫീസർമാർ ഈ വാഹന വാടക പ്രൊജക്ട് വേറെ തന്നെ ആയിട്ട് നടത്തുന്നുണ്ട്. നല്ല കാര്യമാണ്. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ ചെയ്യാനും മീൻസ് വാഹന വാടക പ്രൊജക്ട് അതിനകത്ത് തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഞാൻ കാണുന്ന ഒരു കാര്യം, ഒന്ന് വാഹന വാടക, അതായത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുത്തിവയ്പ്പ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറിന്റെ ഇൻസ്പെക്ഷൻ ഫീൽഡ് സ്റ്റാഫിന് തീർച്ചയായിട്ടും പറ്റില്ല, കാരണം PCA വാങ്ങുന്നതുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പക്ഷെ അതേസമയം തന്നെ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ടീം നമ്മുടെ ആരോഗ്യ ജാഗ്രതാ ഇൻസ്പെക്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് വാഹന വാടക എടുക്കാൻ പറ്റും. അങ്ങനെ വാഹന വാടകയ്ക്ക് ഒരു പ്രൊജക്ട് കിട്ടും എന്നുള്ളതും, അതുപോലെ തന്നെ വെള്ളം സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പലയിടത്തും ചെലവ് അല്ലെങ്കിൽ വഹിക്കുന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള സാമ്പിൾ ടെസ്റ്റിങ്ങിന് അടക്കം ചെലവ് ഇതിനകത്ത് വഹിക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന കാര്യം. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് വെക്കാനായിട്ട് പറയുക. ഈ പ്രൊജക്ട് വെക്കാനായിട്ട് നമ്മൾ DPCയുടെ അംഗീകാരം വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളുടെ ഭാഗത്ത് നിന്നും അതിനകത്തൊരു ഒബ്ജക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് മിനിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു സമഗ്ര ആരോഗ്യ ജാഗ്രത പ്രൊജക്ട് എത്ര തുക വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് ഒരു 1,00,000 രൂപയ്ക്ക് ഈ പ്രൊജക്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ബ്ലീച്ചിങ് പൗഡർ വാങ്ങൽ, അതിനൊരു 10,000 വെക്കാം. വെള്ളം, മറ്റ് സാമ്പിൾ ടെസ്റ്റിംഗ് അങ്ങനെയൊക്കെയുള്ള അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഒരു 10,000 വെക്കാം. സോഴ്സ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു 10,000 വെക്കാം. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 20,000 വെക്കാം. വാഹന വാടക ഒരു 50,000 വെക്കാം. അപ്പോൾ ഇതൊരു സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു പ്രൊജക്ട് 2 lakhsനോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ സ്പ്ലിറ്റപ്പ് മാറ്റിയിട്ടോ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ബോധവൽക്കരണത്തിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ സർവേക്ക് മാത്രമായിട്ടോ നമ്മൾ പ്രൊജക്ട് വെക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലുള്ള ആശ അല്ലെങ്കിൽ മറ്റ് ഇൻസെന്റീവുകൾ ആകുമ്പോഴും നമ്മളെ സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇൻസെന്റീവ് തന്നെ നൽകാനായിട്ട് പാടില്ല എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രൊജക്ട് എൻട്രി സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഈ പ്രൊജക്ടിനെ പറ്റിയിട്ട് എന്തുമാത്രം വിശദീകരിച്ച് എഴുതാനായിട്ട് നമുക്ക് സാധിക്കുമോ അത്രയും വിശദീകരിച്ച് എഴുതുക. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ മിനിറ്റ്സിനകത്ത് മെഡിക്കൽ ഓഫീസർ ഒപ്പിടുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആണ് സുലേഖ എൻട്രി നടത്തുന്ന സമയത്ത് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവണം എന്നുള്ളത്. കാരണം ഈ സുലേഖയിൽ എന്ത് എൻട്രി വരുന്നു എന്നുള്ളതാണ് നമ്മളെ ഓഡിറ്റിനെ ബാധിക്കുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഈ സുലേഖ എൻട്രിയുടെ കാര്യത്തിനകത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളത് 2 ദിവസം കൊണ്ട് പ്രൊജക്ട് എൻട്രി ചെയ്ത് തരണം എന്ന് പറയും. പക്ഷെ അത് പലപ്പോഴും
ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് ഒന്നുകിൽ ക്ലർക്ക്, നമ്മുടെ തന്നെ ക്ലർക്കുമാർ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ക്ലർക്കുമാർ പെട്ടെന്ന് എൻട്രി ചെയ്ത് വിട്ടേക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾ മെഡിക്കൽ ഓഫീസർമാർ ഇതിനകത്തുണ്ട്, ക്ലർക്കുമാരും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ കൂട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും, കാരണം ഇതിപ്പം ചിലപ്പോൾ ക്ലർക്ക് ഇത് എൻട്രി ചെയ്തു, അതിനുശേഷം അത് നടപ്പിലാക്കേണ്ടത് ചിലപ്പോൾ ആ പ്രധാന പൊതുജനാരോഗ്യ വിഭാഗം ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരുടെയും കൂടി ഒരു അഭിപ്രായം ഇതിനകത്ത് വേണം. അത് ബില്ലുകൾ പാസ്സാക്കേണ്ടത് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും. അപ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു കൂട്ടായിട്ടുള്ള ഒരു ചർച്ചയിലോടുകൂടി വേണം ഇത് പരമാവധി ഇതിന്റെ എൻട്രി നടത്താൻ. കാരണം ഇതിനകത്ത് എൻട്രി ഇല്ല എങ്കിൽ, അതായത് ചിലപ്പോൾ പാലിയേറ്റീവ് പ്രൊജക്ട് വെക്കുമ്പോൾ അതിനകത്ത് ഉപകരണങ്ങൾ വാങ്ങുക എന്നുള്ള ഒരു സാധനം ഇല്ലെങ്കിൽ പാലിയേറ്റീവിന്റെ ഒരു എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒബ്ജക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതി പ്രൊജക്ട് വെച്ചു, വാഹന വാടക എന്നുള്ള കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നീട് നമ്മൾക്ക് വാഹന വാടക എടുക്കാൻ പറ്റില്ല. പിന്നീട് അത് റിവിഷൻ ചെയ്യാമെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പരമാവധി ആദ്യത്തെ എൻട്രിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ടത് സുലേഖയിൽ ഇത് എങ്ങനെയാണ് എൻട്രി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുലേഖയിൽ എഴുതാത്ത നമ്മൾ നടപ്പിലാക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ എൻട്രി നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ DPC അടക്കം ഇത് അംഗീകരിച്ചു വരും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പ്രൊജക്ട് നടത്തിപ്പിലേക്ക് കടക്കുന്നത്. അതായത് DPC അംഗീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ നമുക്ക് ഈ പ്രൊജക്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രൊജക്ട് നടപ്പിലാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ഈ സമഗ്ര ആരോഗ്യ ജാഗ്രതാ പദ്ധതിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വാഹന വാടക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ നമ്മൾക്ക് ഒരു നടത്തിപ്പിൽ വരുന്നത്. അപ്പോൾ വാഹനം വാടകയ്ക്ക് എങ്ങനെ വിളിക്കാം എന്നുള്ളത് നോക്കാം. വാഹനം വാടകയ്ക്ക് വിളിക്കാനായിട്ട് പ്രൊജക്ട് വഴി നമ്മൾ ഒരു സാമ്പത്തിക വർഷം തന്നെ ഒരു 5000 രൂപയിൽ, കാരണം നമ്മുടെ പ്രൊജക്ടിന്റെ പർച്ചേസ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് പർച്ചേസ് റൂൾസ് അനുസരിച്ചിട്ടല്ല, നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെയാണ്, ഞാൻ ഇത് ഗ്രാമപഞ്ചായത്തിലെ കണക്കാണ് പറഞ്ഞത്. 5000 രൂപയിൽ കൂടുതൽ ആണെങ്കിൽ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ ആവശ്യമാണ്. അതായത് ഒരു വ്യക്തിക്ക് തന്നെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ഒരു സാമ്പത്തിക വർഷം 5000 രൂപയിൽ കൂടുതൽ തുക നൽകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ വിളിച്ചിരിക്കണം. അപ്പോൾ താഴെ പറയുന്ന ഒരു ഫോർമാറ്റിൽ നമുക്ക് അതിന്റെ കൊട്ടേഷൻ, ഇത് വാഹന വാടകയുടെ കാര്യമാണ്, കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാം. അതിങ്ങനെയാണ്. അതായത് ഒരു ഫോർമാറ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ചെയ്യാം. അതായത് ഈ വാഹനം എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കുന്നത് തെറ്റില്ല, അതിന്റെ കമ്പനി അടക്കം സൂചിപ്പിക്കുന്നത് തെറ്റില്ല. അപ്പോൾ അത് ഈ ചിലരൊക്കെ അതിനകത്ത് CC കൂടെ വെക്കാറുണ്ട്. എത്ര 1500 CCക്ക് താഴെയുള്ളതാണോ അതും കൂടെ ഉൾപ്പെടുത്താം. ടാക്സി പെർമിറ്റ് ഉള്ള വാഹനം തന്നെയാണ് നിശ്ചയമായിട്ട് നമ്മൾ വിളിക്കേണ്ടത്. അപ്പോൾ അതിന്റെ കൂടെ അതിന്റെ ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അതിന്റെ ടാക്സി പെർമിറ്റും കൂടെ വെക്കാനായിട്ട് പറയണം. ഇല്ലെങ്കിൽ ആ കൊട്ടേഷൻ തന്നിരിക്കുന്ന ആൾ ടാക്സി പെർമിറ്റ് ഉള്ള ആളാണോ നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് ശേഷം ഇത് വാഹനം ആവശ്യമുള്ള ദിവസങ്ങളിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനകത്ത് ചാർജ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിനകത്ത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു കൊട്ടേഷൻ തരാം. അതാണ് വാഹന വാടകയുടെ കാര്യത്തിനകത്ത് പറയാനുള്ളത്. പിന്നെ സാലറി നൽകുന്ന പ്രൊജക്റ്റുകൾ, ഇത് നമ്മുടെ ആരോഗ്യ ജാഗ്രതാ പ്രൊജക്റ്റിനെ പറ്റിയിട്ടല്ല, പൊതുവെ നമ്മുടെ നമ്മുടെ LSD പ്രൊജക്റ്റുകളെ പറ്റി പൊതുവായിട്ട് പറയുന്നതാണ്. അതായത് ഏതെങ്കിലും പ്രൊജക്റ്റ് വഴി നമുക്ക് സാലറി നൽകുന്നതിൽ കർശനമായ നിയന്ത്രണമുണ്ട്. കാരണം പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാലറി കൊടുക്കുക എന്നുള്ളതല്ല. അത് അതുകൊണ്ട് തന്നെ ആ മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ സാലറി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പാലിയേറ്റീവ് നഴ്സിന് കൊടുക്കാം, ഡോക്ടറെ കൊടുക്കാം, പാരാമെഡിക്കൽ സ്റ്റാഫിന് കൊടുക്കാം. ഇത്രയും ആൾക്കാർ നമുക്കൊരു സാലറി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓണറേറിയം കൊടുത്തിട്ട്, നമുക്ക് ഇതിനെ ഓണറേറിയം എന്നാണ് വിളിക്കുന്നത്, ഓണറേറിയം കൊടുത്തിട്ട് നമുക്ക് നിയമിക്കാം. അപ്പോൾ ഇത് എത്രയാണ് എന്നുള്ളത് ലേറ്റസ്റ്റ് ഗൈഡ്ലൈൻ പ്രകാരം PHC-FSCകളിൽ ഒരു ഡോക്ടറും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫുമാണ്, CHCകളിൽ 2 ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫുമാണ്, TH, GH, DHകളിലും അവിടെയും ആൾക്കാരെ നിയമിക്കാം, ഒരു ഡോക്ടർ, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇവരെ നിയമിക്കാം. അപ്പോൾ ഇത്രയും ആൾക്കാരെ നമുക്ക് നിയമിക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് മാർഗങ്ങളിൽ, അതായത് PSC, NHM മുഖേന ഒരു ലാബ് ടെക്നീഷ്യനെ അവിടെ നിയമിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് കൂടാതെ ഒരു ലാബ് ടെക്നീഷ്യനോട് നിയമിക്കാമെന്ന് ഈ മാർഗരേഖയിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ മറ്റു രീതിയിലുള്ള നിയമനങ്ങൾ നമുക്ക് നടക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം അങ്ങനെ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നത്. ഇത്രയും ആൾക്കാരെയാണ് നമുക്ക് നിയമിക്കാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നിയമിക്കുന്ന നമ്മൾ നേരത്തെ കൊട്ടേഷൻ വിളിക്കുന്നതിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സാലറി കൊടുക്കുന്ന ആൾക്കാരെ നിയമിക്കുന്നതിന് നമുക്ക് ഇന്റർവ്യൂ തന്നെ കണ്ടെത്തണം. ഈ ഇന്റർവ്യൂവിന് നമ്മൾക്ക് നിലവിൽ പറയുന്നത് കളക്ടർ ചെയ്യാൻ, ഞാൻ ഡോക്ടറുടെ കാര്യമാണ് പറയുന്നത്, ഡോക്ടറിന്റെ നിയമനത്തിനകത്ത് കളക്ടർ ചെയർമാനായ സമിതി തന്നെ ഇന്റർവ്യൂ നടത്തണമെന്ന് പറയുന്നുണ്ട്. അതിലൊരു മാർഗരേഖ തന്നെ നമ്മുടെ ജില്ലയിൽ ഇറക്കിയിട്ടുണ്ട്. ആ മാർഗരേഖ നമ്മുടെ DMO ഓഫീസിൽ ലഭ്യമാണ്. അതുപ്രകാരമുള്ള മാർഗരേഖ പാലിച്ചുകൊണ്ട് ഡോക്ടറിന്റെ ഇന്റർവ്യൂ നടത്തുക. മറ്റ് ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒക്കെ ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് നടത്താം. അതിനകത്ത് യോഗ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ യോഗ്യതകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മുടെ PSC അംഗീകരിച്ചിട്ട്, ഇപ്പൊ സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനെയൊക്കെയാണ് നമ്മൾ നിയമിക്കുന്നത് എങ്കിൽ അവരുടെ PSC യോഗ്യത എന്താണ് എന്നുള്ളത് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതേ യോഗ്യത തന്നെ, അതായത് മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ അതിന്റെ കൗൺസിൽ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് കൊടുക്കാം. പിന്നെ ഏത് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഭരണസമിതിയുടെ അംഗീകാരം ആവശ്യമാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഇതുകൂടാതെ നമ്മൾ ആരെയാണോ നിയമിക്കുന്നത് അവരുമായിട്ട് ഒരു 200 രൂപ പത്രത്തിൽ, അതായത് സ്റ്റാമ്പ് പേപ്പറിനകത്ത് കരാറിൽ ഒപ്പുവെക്കണം. പിന്നെ സാലറി കൊടുക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് മാത്രം സാലറി കൊടുക്കുക. ലീവ് എടുക്കുകയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് സാലറി കുറവ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ കയ്യിൽ നിന്നും അത് അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ അവരുടെ സാലറി എന്ന് പറയുന്നത് നമ്മളെ അഡ്ഹോക്ക് സാലറിക്കും, അതായത് ഇപ്പം ഈ നമ്മുടെ ഡോക്ടർ പാരാമെഡിക്കലിനൊക്കെ നിയമിക്കുമ്പോൾ NHM സാലറിക്കും അഡ്ഹോക്ക് സാലറിക്കും ഇടയിലുള്ള ഒരു തുക കൊടുക്കാമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. എങ്ങനെയാണെങ്കിലും അഡ്ഹോക്ക് സാലറിയുടേക്കാൾ കൂടുതൽ സാലറി കൊടുക്കാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ. പിന്നെ പാലിയേറ്റീവ് പ്രൊജക്റ്റിനെ കുറിച്ചാണ്. പാലിയേറ്റീവ് പ്രൊജക്റ്റിനെ പറ്റിയിട്ട് പറയുന്നത് ഒരു പ്രത്യേക ഗൈഡ് ലൈൻ തന്നെയാണ്. അതിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ നേരത്തെ പറഞ്ഞ സബ്സിഡി ഗൈഡ് ലൈനും അല്ലെങ്കിൽ പ്രൊജക്ട് മാർഗരേഖയും അല്ല, പാലിയേറ്റീവിന് വേറെ തന്നെ ഗൈഡ് ലൈൻ ഉണ്ട്. അത് 2019 വന്നതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതും നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. കാരണം എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നിർബന്ധമായിട്ടും വയ്ക്കേണ്ട ഒന്നാണ് പാലിയേറ്റീവ് പ്രൊജക്ട് എന്നുള്ളത്. ആ പാലിയേറ്റീവ് പ്രൊജക്ട് പ്രകാരമുള്ള ഗൈഡ് ലൈൻ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് PMC, അതായത് പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റി ഒക്കെ 2 മാസത്തിൽ ഒരിക്കൽ കൂടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രൊജക്ടിന്റെ മാർഗരേഖ വായിക്കുക. ഇതൊക്കെ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ചില രജിസ്റ്ററുകൾ വെക്കാനായിട്ട് പറയുന്നുണ്ട്. ആ രജിസ്റ്ററുകൾ ഈ പാലിയേറ്റീവിന്റെ കാര്യമാണ്. പാലിയേറ്റീവ് പ്രൊജക്ട് നടപ്പിലാക്കുന്നവർ ഈ പറഞ്ഞ രജിസ്റ്റേഴ്സ് ഒക്കെ അവരുടെ പാലിയേറ്റീവ് നഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം. കാരണം ഇതൊക്കെ ഇതിനകത്ത് PIC ഇപ്പോഴില്ല, PMC മാത്രമേ ഇപ്പോഴും ഈ ഉള്ള ലേറ്റസ്റ്റ് ഗൈഡ് ലൈനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇതൊക്കെയാണ് ഓഡിറ്റ് സമയത്ത് ഹാജരാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാലിയേറ്റീവ് നഴ്സ് വെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അവരുടെ ലീവ് അതൊക്കെ പറ്റിയിട്ട് കൂടുതൽ ഉത്തരവുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഹോം കെയർ ടീമിന് ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് നിലവിലെ 2019 ഗൈഡ് ലൈൻ പ്രകാരം ഒരാൾക്ക് അതിനകത്ത് പങ്കെടുക്കുന്ന, അതായത് ഹോം കെയറിൽ മുഴുവൻ സമയം പങ്കെടുക്കുന്ന ആൾക്കാണ് ലഞ്ച് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ തുക ചിലവിടാവുന്നത്. അത് പരമാവധി ഒരാൾക്ക് 80 രൂപ എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പിന്നെ 6 പേർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ 6 × 80 480 എല്ലാ ദിവസവും എഴുതിയെടുക്കുന്ന ഒരു കാര്യം കൂടി ചിലപ്പോൾ നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓഡിറ്റേഴ്സ് നോക്കുന്നതാണ്. അങ്ങനെ മെഡിക്കൽ ഓഫീസേഴ്സും അതുപോലെ തന്നെ ക്ലർക്കുമാരും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പാലിയേറ്റീവ് ഹോം കെയറിനകത്ത് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് അവരുടെ രജിസ്റ്ററിനകത്ത് ഉണ്ടാകും. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഉള്ള ഭക്ഷണമാണ് കൊടുത്തത് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവരുടെ രജിസ്റ്ററിനകത്ത് അവരുടെ സൈൻ ഇട്ടിട്ടുണ്ടായിരിക്കണം. അപ്പൊ അത്രയും ആൾക്കാർക്ക്, അതായത് എല്ലാ ദിവസവും 6 × 80 480 എഴുതി എടുക്കുക എന്നുള്ളത് ശരിയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അപ്പോൾ ഈ ഓരോ ദിവസവും എത്രയാൾ പങ്കെടുത്തു എന്നുള്ളത് രജിസ്റ്ററിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത്രയും ആൾക്കാർക്ക് മാത്രമുള്ള ഫുഡിന് ഉള്ള പൈസയാണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ പാലിയേറ്റീവ് വാഹനം എടുക്കുന്നത് കൊട്ടേഷൻ ക്ഷണിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. 2015 ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഗൈഡ് ലൈൻ. ഇതിനകത്ത് ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര രൂപ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പൊ നിലവിലുള്ള 2019 ഗൈഡ് ലൈനകത്ത് അങ്ങനെ പറയുന്ന കാണുന്നില്ല. അപ്പോൾ ഒരു കൊട്ടേഷൻ വിളിച്ചിട്ട് ഒരു വർഷത്തേക്ക് ആദ്യം പഴയ ഗൈഡ് ലൈനകത്ത് ഉണ്ടായിരുന്ന 6 മാസം കൂടുമ്പോൾ വിളിക്കാനാണ്. ഇപ്പോഴത്തെ ഗൈഡ് ലൈനകത്ത് പറയുന്നത് എല്ലാ വർഷവും വിളിക്കാനാണ്. അപ്പോൾ 1 വർഷം കൂടുമ്പോൾ എന്തായാലും കൊട്ടേഷൻ വിളിക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഉള്ള ആൾ തന്നെ ഓടിയിട്ട് മാർച്ച് തീരാറാകുമ്പോൾ ഒന്നുകൂടെ കൊട്ടേഷൻ വിളിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും പല സ്ഥലത്തും അങ്ങനെ കൊട്ടേഷൻ വിളിക്കാതെ ഒരേ ആൾക്ക് തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ
ഗൈഡ് ലൈനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും കൊട്ടേഷൻ വിളിക്കണം എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കൊട്ടേഷൻ വിളിക്കാണ്ട് ഒരേയാളെ തുടർന്ന് കഴിഞ്ഞാൽ അത് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ കൊട്ടേഷൻ ഉറപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അവരുമായിട്ട് 200 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു കരാർ ഒപ്പിടുകയും വേണം. പിന്നെ ലോഗ് ബുക്ക് സൂക്ഷിക്കുന്നതും കൂടെ നല്ലതാണ്. കാരണം ഇത്ര കിലോമീറ്റർ ആണ് ഓടി എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ തുക കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോഗ് ബുക്കും കൂടെ അതിന്റെ സൂക്ഷിക്കണം. ഒരു സാധാരണ രജിസ്റ്റർ അതിനകത്ത് സൂക്ഷിച്ചാൽ മതിയാകും. പിന്നെ മറ്റ് NGOസിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിങ്ങൾ, കാരണം ഇപ്പോൾ ഒരു പാലിയേറ്റീവിന്റെ ഒരു വലിയൊരു പ്രൊജക്ട് തന്നെ CMന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ NGOസിനും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഗൈഡ് ലൈനും കൂടെ അത് പറയുന്ന കാര്യമാണ്. ആ ഗൈഡ് ലൈനും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത ശേഷം അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒന്നാണ് പാലിയേറ്റീവിന്റെ പേഷ്യൻസിന്റെ ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ, അതായത് നമ്മുടെ LHCDക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, അതിനകത്ത് പ്രസിദ്ധീകരിക്കണോ എന്നുള്ളത്. അത് ഇപ്പോൾ പുതിയ ഗൈഡ് ലൈനകത്ത് അങ്ങനെ പറഞ്ഞു കാണുന്നില്ല. പക്ഷെ പലർക്കും ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്ന് കണ്ടിട്ടുണ്ട് പാലിയേറ്റീവിന്റെ പേഷ്യൻസിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിന്. അപ്പോൾ പക്ഷേ അതായത് അതിനകത്ത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രൊജക്ട് പാലിയേറ്റീവിന്റെ ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഏത് പ്രൊജക്ട് ആണെങ്കിലും അതിന്റെ ബെനിഫിഷ്യറിയുടെ ലിസ്റ്റ് നമ്മുടെ LHCD വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പാലിയേറ്റീവ് നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കും അതിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ പാലിയേറ്റീവിന്റെ ഇപ്പം ലൈവ് മീൻസ് അലൈവ് ആയിട്ടുള്ള, അതായത് ഡെത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി, അല്ലെങ്കിൽ അതിനകത്ത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള മറ്റ് പേരുകളെല്ലാം ഒഴിവാക്കിയിട്ട് നിലവിൽ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത് ഇത്രയും ആൾക്കാർക്കാണ് എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളുടെ LHCD സെക്രട്ടറിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന്റെ രേഖ സൂക്ഷിക്കുക. പിന്നീട് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് അത് പിന്നീട് അത് സൈറ്റിൽ വന്നുവോ എന്നുള്ളത് അടുത്തൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. അത് ആം, ഇത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. അപ്പോൾ ഒരു ലിസ്റ്റ് നിങ്ങളുടെ LHCയുടെ സൈറ്റിനകത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ. പിന്നെ പാലിയേറ്റീവ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രൊജക്റ്റൊക്കെ ചില സ്ഥലത്ത് നടപ്പിലാക്കാൻ തുനിയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പഞ്ചായത്തിൽ നിന്നും പ്രസിഡന്റ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് പിന്നെ കത്ത് എഴുതി ചോദിച്ചതാണ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അതിനകത്ത് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അത് ആശ്രയ കുടുംബങ്ങളിലെ അവർക്ക് മാത്രം കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു തീരുമാനമാണ് വന്നത്. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് രോഗികൾക്ക് ഭക്ഷണം എന്നുള്ള പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇനി അഥവാ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മരുന്ന് കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ അത് ICDSന്റെ ചുമതലയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇത് നമ്മളെ പ്രൊജക്ടുകൾ എഴുതി തയ്യാറാക്കി നമ്മൾ ഏപ്രിൽ മാസത്തിലെത്തി. ഏപ്രിൽ മാസം മുതൽ നമ്മൾ അങ്ങോട്ട് നടപ്പിലാക്കലാണ്. അപ്പൊ നടപ്പിലാക്കൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരാം എന്നുള്ളതാണ് ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന്റെ കൊട്ടേഷൻ വിളിക്കുക എങ്ങനെ, പാലിയേറ്റീവ് പ്രൊജക്ട് നടപ്പിലാക്കുക തുടങ്ങിയവ എങ്ങനെ. അതുപോലെ തന്നെയാണ് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും വാങ്ങലുകൾ ചിലപ്പോൾ നടത്തുന്നതായിട്ട് വരും. അപ്പോൾ വാങ്ങലുകൾ ചിലപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള വാങ്ങലുകൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് കൊട്ടേഷൻ, എത്ര രൂപയ്ക്ക് ലിമിറ്റഡ് ടെൻഡർ, എത്ര രൂപയ്ക്ക് ഓപ്പൺ ടെൻഡർ എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കണം. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ട് എഴുതാനായിട്ട് നമ്മൾ പ്രൊജക്ട് മാർഗരേഖയും സബ്സിഡി മാർഗരേഖയും ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഈ പർച്ചേസിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നത് 2010 പ്രൊക്യൂർമെന്റ് മാനുവലാണ്. അതായത് ഇതിനകത്ത് ലിമിറ്റ്സ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് എന്നനുസരിച്ചിട്ടാണ്. അതിനകത്ത് ഇത് കൊട്ടേഷൻ ഇല്ലാതെ നമ്മൾക്ക് 5000 രൂപ വരെ വാങ്ങാം. അത് 5000 രൂപയ്ക്കുള്ള എല്ലാ പർച്ചേസുകൾക്കും അതിന് കൊട്ടേഷൻ ആവശ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഗ്രാമപഞ്ചായത്തുകൾക്കാണെങ്കിൽ 25,000 രൂപ താഴെയുള്ള പർച്ചേസ് ആണെങ്കിൽ മാത്രമേ കൊട്ടേഷൻ വഴി വാങ്ങിക്കാൻ പാടുള്ളൂ. മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷൻ ആണെങ്കിൽ 50,000 വരെയാണ്. അതിനുശേഷമുള്ള, അതായത് 25,001 തൊട്ടിട്ട് ഗ്രാമപഞ്ചായത്തിൽ ഒരു പർച്ചേസ് ഉണ്ടെങ്കിൽ അത് 1 lakh വരെയാണെങ്കിൽ ലിമിറ്റഡ് ടെൻഡർ വഴിയാണ്. പിന്നെ 1 lakhന്റെ മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ അത്
ഈ ഓപ്പൺ ടെൻഡർ വഴിയാണ്. 5 lakhs പോകണമെങ്കിൽ ഈ ടെൻഡർ വഴിയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോർ പർച്ചേസ് റൂൾസ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോർ പർച്ചേസ് റൂൾസിനകത്ത് 15,000 രൂപ വരെ നമുക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം. പക്ഷേ ഇവിടെ ഇത് 5,000 രൂപ വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നോക്കുക. അതായത് നമ്മളിപ്പം ചിലപ്പോൾ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു സ്ക്രീനിങ് ക്യാമ്പ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പോസ്റ്റർ ഒക്കെ പ്രിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പോസ്റ്റർ പ്രിന്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും എല്ലാ വീടുകളിലും കൊടുക്കേണ്ട പോസ്റ്റർ ആണെങ്കിൽ ചിലപ്പോൾ 5,000 രൂപയിൽ കൂടുതലാകും, ചിലപ്പോൾ 8,000 7,000 രൂപയൊക്കെ ആകും. അപ്പം നമ്മൾ നോക്കുക ഇത് 5,000 രൂപയുടെ മുകളിലാണോ. മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അവിടെ ഒരു കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഓർക്കുക. നമ്മുടെ സ്റ്റോർ പർച്ചേസ് റൂൾസിനകത്തുള്ള 15,000 എന്നുള്ള ലിമിറ്റ് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഈ വാങ്ങലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഇതാണ് ഞാനിത് ഈ സമയക്കുറവ് കാരണം ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. അതായത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുറച്ച് ഫർണിച്ചർ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ 2 കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ. ഒരു പ്രൊജക്റ്റ് ആണ്, നമുക്ക് 2 കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഒരു 30,000 സോറി നമ്മളൊരു മൊത്തത്തിൽ ഒരു 1 ലാഖിന്റെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 50,000 വാങ്ങിച്ചു കഴിഞ്ഞാൽ ടെൻഡർ വിളിക്കണ്ടല്ലോ, കൊട്ടേഷൻ വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ നിന്നും ഒരു കാര്യവും ഇല്ലാതെ, പ്രത്യേകിച്ച് അതിനകത്ത് നമ്മൾക്കൊന്നും ന്യായീകരണം ഇല്ലാതെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2ആയിട്ട് വിളിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2ആയിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെങ്കിലും നിർബന്ധമായിട്ടും കാരണം കാണിക്കണം. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റിൽ നിന്നും 2 സ്പ്ലിറ്റ് ആയിട്ട് വാങ്ങിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങലുകൾ നടത്തേണ്ടതിന്റെ രീതി ഇതാണ്. പലപ്പോഴും എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. എന്നാലും പുതിയ മെഡിക്കൽ ഓഫീസർമാരുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അറിയാതെ പോയിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അതായത് ഏത് ഐറ്റം, ഒരു ഫർണിച്ചർ ആണ് വാങ്ങിക്കേണ്ടതെങ്കിൽ ആ ഫർണിച്ചർ എൻഡ് യൂസർ ആരാണ്, അതായത് അവസാനം ഇത് ഉപയോഗിക്കേണ്ടത് ആരാണ്. അതുപോലെ തന്നെ ലാബ് റിയേജന്റ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ആണ്. അപ്പോൾ മെഡിസിൻ ഇഷ്യൂ ചെയ്യേണ്ടത്, ഡിസ്പെൻസ് ചെയ്യേണ്ടത് ഫാർമസിസ്റ്റ് ആണ്. അപ്പോൾ ആരാണോ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സബ് സെന്ററിലാണെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യേണ്ട സ്റ്റാഫ്, അപ്പോൾ അവരുടെ അടുത്തൊന്നും ഒരു റിക്വസ്റ്റ് അത് വാങ്ങിക്കണം. ആ റിക്വസ്റ്റ് വാങ്ങിച്ചതിന് ശേഷം അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനകത്ത് ഒരു നമ്പറായിട്ട് ചേർക്കുക. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള എല്ലാ എഴുത്തുകുത്തുകളും ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ മരുന്നുകൾ വാങ്ങുന്നതാണെങ്കിൽ ആ നമ്മളെ റിക്വസ്റ്റ് കിട്ടിയതിന് ശേഷം, അതായത് നമ്മൾക്ക് തോന്നിയിട്ട്, മെഡിക്കൽ ഓഫീസർക്കോ അല്ലെങ്കിൽ ക്ലർക്കിനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫിനോ തോന്നിയിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്കൊരു റിക്വസ്റ്റ് ആദ്യം കൺസേൺ സ്റ്റാഫ് എഴുതി സ്ഥാപന മേധാവിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സ്ഥാപന മേധാവി അത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാപന മേധാവി അത് വാങ്ങിക്കാവുന്നതാണ് എന്ന് നോട്ട് എഴുതുക. അതിനുശേഷം ഇവിടെയാണെങ്കിൽ നമ്മൾ മറ്റ് പർച്ചേസ് ആണെങ്കിൽ സ്റ്റോർ പർച്ചേസ് റൂൾസ് ഫോളോ ചെയ്യുക എന്നുകൂടെ നോട്ട് എഴുതാം. അതിനുശേഷം ഇവിടെയാണെങ്കിൽ നമ്മുടെ പ്രൊക്യൂർമെന്റ് മാനുവൽ ഫോളോ ചെയ്യുക എന്ന് നോട്ട് എഴുതി ക്ലർക്കിന് കൊടുക്കുക. ക്ലർക്ക് അതിന് ശേഷം അതിന്റെ കൊട്ടേഷൻ ആണെങ്കിൽ കൊട്ടേഷൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ആണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും സ്റ്റാഫിനെ ചുമതലപ്പെടുത്തുന്നെങ്കിൽ അതുവരെ ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ കൊട്ടേഷൻ ടെൻഡർ ആണെങ്കിൽ ആ കൊട്ടേഷൻ ടെൻഡർ വിളിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മരുന്നുകളും ഉപകരണങ്ങളുമാണ് വാങ്ങുന്നതെങ്കിൽ അതിന് NIC നിർബന്ധമായിട്ടും ആവശ്യമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനകത്ത് എസ്റ്റിമേറ്റ്, നമ്മുടെ കൺസേൺഡ് PWDയിലെ എസ്റ്റിമേറ്റ്, ഇലക്ട്രിക്കൽ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിന് തരാറില്ല പൊതുവെ. AC പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇലക്ട്രിക്കൽ സെക്ഷന്റെ എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് അഡ്രസ് സിസ്റ്റം വെക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ സെക്ഷന്റെ എസ്റ്റിമേറ്റ് തുടങ്ങിയവ നമ്മൾ നിർബന്ധമാണ്. ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങുന്നതാണെങ്കിൽ, അതായത് നമ്മുടെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, പ്രൊജക്ടർ അതൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ PWDയിൽ നിന്നുമാണ് നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് വാങ്ങിക്കേണ്ടത്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ എന്നിവ നമ്മുടെ CPRCS എന്നുള്ള ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്, സെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് സിസ്റ്റത്തിന്റെയാണ്. അതുവഴി മാത്രമോ അല്ലെങ്കിൽ ജെം പോർട്ടൽ, അതായത് ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് വഴി മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് ഏതെങ്കിലും ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ കെട്രോളിൽ നിന്നൊന്നും നമുക്ക് നേരിട്ട് വാങ്ങിക്കാൻ പാടില്ല. ഈ ഒരു 2 സൈറ്റിൽ കൂടി മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് ഇലക്ട്രോണിക് സൈറ്റസിന്റെയാണ്. ഇവിടെയുള്ള കാര്യങ്ങൾ ഈ സൈറ്റ് വഴി മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ ഒക്കെ, നമ്മൾ പ്രൊജക്ടറൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റീസൺ വേണം, എന്തുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ഇല്ലെങ്കിൽ അത് മുഴുവൻ നമുക്ക് ഓഡിറ്റ് ബാധ്യതയായിട്ട് മാറും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് സംശയം വരാറുള്ളത്,
ഞാൻ പറയാം. ഓക്കെ, പിന്നെ എസ്റ്റിമേറ്റ് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഉപകരണങ്ങൾ വാങ്ങി, അതായത് നമ്മൾ ഒരു AC ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും എസ്റ്റിമേറ്റ് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ AC-ന്റെ എസ്റ്റിമേറ്റ് നമ്മുടെ PWD ഇലക്ട്രിക്കൽ തന്നു. അവർ തരുമ്പോൾ തന്നെ പറയും അതിന്റെ കൺസേൺഡ് ലൈസൻസ്ഡ് കോൺട്രാക്ടർ ചെയ്യണം എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യാൻ. അപ്പൊ ആ സ്റ്റെപ്പും കൂടെ ചെയ്തതിനു ശേഷം AC ഫിറ്റ് ചെയ്തു. AC നമ്മൾ കൊട്ടേഷൻ വിളിക്കേണ്ടതാണെങ്കിൽ കൊട്ടേഷൻ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പിന്നെ നേരിട്ട് ബില്ല് കൊടുക്കാൻ പാടില്ല. അതിനുശേഷം എസ്റ്റിമേറ്റ് ആരാണോ തന്നത് അവരൊരു ഇൻസ്പെക്ഷൻ ആൻഡ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതും കൂടെ തന്നതിന് ശേഷം, അതായത് അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, അവർ പറഞ്ഞു ശരിയാണ്, അവർ പറഞ്ഞത് ഇത്ര സ്റ്റാർ റേറ്റിംഗ് ഉള്ള AC വാങ്ങിക്കണം എന്നൊക്കെയാണ്, പക്ഷെ അത് തന്നെയാണ് നമ്മൾ ചെയ്തത് എന്ന് അവർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം മാത്രമേ നമ്മൾ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എനിക്കൊക്കെ അത് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ അവർ ഇത്ര സ്റ്റാർ റേറ്റിംഗിന്റെ ഒരു AC പറഞ്ഞു, ആ സ്റ്റാർ റേറ്റിംഗിന്റെ AC അല്ല അവസാനം നമുക്ക് സപ്ലൈ ചെയ്തത്. പക്ഷെ ബില്ല് കൊടുക്കേണ്ട സമയത്ത് ബില്ല് ഒപ്പിടുകയും ചെയ്തു. പക്ഷെ ബില്ല് ഒപ്പിട്ടതിന് ശേഷം ഭാഗ്യവശാലാണ് കണ്ടത് അത് ഈ സ്റ്റാർ റേറ്റിംഗ് അല്ല എന്ന്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചത് മാറ്റിയിട്ട് പിന്നീട് നമ്മൾ പുതിയ AC ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം മാത്രമാണ് ബില്ല് കൊടുത്തത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം ഇല്ല എന്ന് പറഞ്ഞ് ആ തുക മുഴുവൻ നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മളെ പ്രൊജക്ട് വഴി എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അതിനകത്തും എനിക്ക് പറ്റിയിട്ടൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിരുന്നു. അതായത് പ്രൊജക്ട് ആദ്യം ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ എഴുതിയ പ്രൊജക്റ്റ് ആയിരുന്നു. അതിനകത്ത് പാലിയേറ്റീവ് പ്രൊജക്റ്റിനകത്ത് മെഡിസിൻ എന്ന് മാത്രമാണ് അവർ എഴുതിയത്. അപ്പോൾ പിന്നീട് നമ്മളിത് റിവിഷൻ ചെയ്തിട്ട് മെഡിസിൻ എക്യുപ്മെന്റ്സ് എന്ന് മാറ്റി. അപ്പോൾ അവസാനമാണ് ഇത് റിവിഷൻ ചെയ്ത് മാറ്റിയത്. അതിനുശേഷമാണ് ഓഡിറ്റ് വരുന്നത്. ഓഡിറ്റ് വരുമ്പോൾ ക്ലർക്ക് എടുത്തു കൊടുത്തത് തുടക്കത്തിലെ പ്രൊജക്റ്റിന്റെ പ്രിന്റ് ഔട്ട് ആയിരുന്നു. അതിനകത്ത് മെഡിസിൻ വാങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു എന്നുള്ള ഒരു 1,00,000 രൂപയുടെ ഏതാണ്ട് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ എനിക്ക് വന്നു. പക്ഷേ ഭാഗ്യവശാൽ അത് പിന്നീട് നമ്മൾ റിവിഷൻ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്ട് കൊടുത്തപ്പോൾ സുലേഖയിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവരത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒഴിവാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പൊ പലപ്പോഴും എനിക്കൊക്കെ സംശയം കോൾ വരാറുള്ളതാണ്, ഇത് ചെയ്തോട്ടെ ഈ പ്രൊജക്റ്റിനകത്തൊന്നും. ഞാൻ ആകെ ഇതേ പറയാറുള്ളൂ, ഇത് നിങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് എഴുതിയതാണോ? അങ്ങനെയാണെങ്കിൽ ആ പ്രൊജക്റ്റിനകത്ത് എഴുതുമ്പോൾ അത് നമ്മുടെ മാർഗ്ഗരേഖയിലും സബ്സിഡി മാർഗ്ഗരേഖയിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഈ പ്രൊക്യൂർമെന്റ് റൂൾസ് അനുസരിച്ച്, അതായത് 5,000 മുകളിലാണ് കൊട്ടേഷൻ എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. അല്ലാതെ ഈ പ്രൊജക്റ്റിനകത്ത് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അത് നിങ്ങളെ ഈ പറഞ്ഞ പോലെ തന്നെ HSR-ലുണ്ട്, HSR-ന് ശേഷം വർക്കിംഗ് ഗ്രൂപ്പിനുണ്ട്, വർക്കിംഗ് ഗ്രൂപ്പിന് ശേഷം നിങ്ങളുടെ സുലേഖയിലുണ്ട്, സുലേഖയ്ക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ മാർഗ്ഗരേഖയിലും നമ്മുടെ ഗവൺമെന്റ് മാർഗ്ഗരേഖയ്ക്കകത്തതുണ്ട്. എന്നൊക്കെയാണെങ്കിൽ അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അല്ലാതെ ഇന്നയാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാതിരിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കൊട്ടേഷനൊക്കെ വിളിച്ചതിന് ശേഷം ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ പ്രൊജക്ടിന്റെ കാര്യത്തിനകത്താണെങ്കിൽ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റി LSCD-യിൽ ഉണ്ട്. അപ്പൊ LSCD-യിലെ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയും കൂടെ, അതായത് കൊട്ടേഷൻ നമ്മൾ വിളിച്ചു, ഫർണിച്ചർ വാങ്ങിക്കാനോ ഒക്കെ കൊട്ടേഷൻ വിളിച്ചു, അതിനുശേഷം അത് പ്രൊക്യൂർമെന്റ് കമ്മിറ്റിക്ക് നമ്മൾ സമർപ്പിക്കണം. ആ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയും ഭരണസമിതിയും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ, ഞാൻ നേരത്തെ നമ്മുടെ ഇന്റർവ്യൂവിന്റെ കാര്യത്തിനകത്ത് ഭരണസമിതി അപ്രൂവൽ വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ടിന്റെ പർച്ചേസുകളുടെ കാര്യത്തിനകത്ത് ഭരണസമിതി അപ്രൂവലും കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ സപ്ലൈ ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ അതൊക്കെ ഓൺലൈൻ ആണ്, സഗർമയിലാണ്. അപ്പോൾ സഗർമയിൽ അവർക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പഴയ ഡേറ്റിനൊന്നും മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഭരണസമിതി അംഗീകാരം കിട്ടി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ സപ്ലൈ ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് നമ്മളെ പിന്നെ ഈ സ്റ്റോക്ക് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബില്ല് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബില്ലിന്റെ പൈസ കൊടുക്കാൻ പാടുള്ളൂ. സ്റ്റോക്ക് പിന്നീട് എടുത്തുകൊള്ളാം എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റോക്ക് എടുക്കാതെ വിട്ടുപോയി അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ബില്ല് ഒപ്പിടുന്നതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ഇതിന്റെ തുടക്കത്തിൽ മുതൽ പറഞ്ഞിരിക്കുന്ന, അതായത് ഈ ഒന്നാമത്തെ ഈ പറഞ്ഞ തുടക്കത്തിലെ റിക്വസ്റ്റ് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഫയലിലുണ്ട് എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ബില്ല് ഒപ്പിടുക. കാരണം ബില്ല് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും, നമ്മളടക്കം, മെഡിക്കൽ ഓഫീസർ അടക്കം അല്ലെങ്കിൽ ക്ലർക്ക് അടക്കം, പിന്നെ ആരും തന്നെ ആ ഫയൽ തുറക്കില്ല, അല്ലെങ്കിൽ അത് പിന്നെ ഓഡിറ്റ് വരുമ്പോഴേ തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് ഒപ്പിടുന്നതിന് മുന്നേ ഒന്നുകൂടെ ഇതൊക്കെ ഉണ്ട് എന്ന് ഒന്നും കൂടെ ഒന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ 1,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രൊജക്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളിപ്പം അങ്ങനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ കൂടാതെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത് നേരത്തെ തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ
സ്റ്റോർ പർച്ചേസ് റൂൾസ് പോലെയുള്ള അതിനകത്തുനിന്നും ഇളവ് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ്. അതായത് ഹിയറിംഗ് എയ്ഡ്സ്, LED ലൈറ്റിനൊക്കെ കെൽട്രോണിനൊരു ഇളവ് നൽകിയിട്ടുണ്ട്. പിന്നെ സിഡ്കോ, ആർട്ട്കോ ഇവയ്ക്കൊക്കെ ചില ഫർണിച്ചറുകൾ അവയ്ക്കൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട്. KMSIലാണെങ്കിൽ മെഡിസിൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് നമ്മളൊരു കൊട്ടേഷൻ വിളിക്കാതെ അവർ വഴി വാങ്ങിക്കാം. അപ്പൊ അത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾ പലപ്പോഴും ആർട്ട്കോ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾക്ക് നമ്മുടെ ഫർണിച്ചർ ഈ രീതിയിൽ സപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അവർ വരികയാണെങ്കിൽ അതിന്റെയും സംശയങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്തും വരാറുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ ഏജൻസി ഇങ്ങനെ പറയുന്നു, അപ്പൊ അവരുടെ അടുത്തൊന്നും നമ്മൾ കൊട്ടേഷൻ ടെൻഡർ കൂടാതെ ഡയറക്റ്റ് വാങ്ങിച്ചോട്ടെ, അങ്ങനെ ഇത്രയും നോക്കേണ്ടതുള്ളൂ. ഗവൺമെന്റ് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ ആണ് ഇളവ് നൽകാറുള്ളത്. അപ്പൊ അങ്ങനെ ഇളവ് നൽകി, അതായത് കൊട്ടേഷൻ ടെൻഡർ കൂടാതെ ആർട്ട്കോയിൽ നിന്നോ അല്ലെങ്കിൽ സിഡ്കോയിൽ നിന്നോ വാങ്ങിക്കാമെന്ന് ജിയോ ആയിട്ടാണ് ഉണ്ടാകുക. അപ്പൊ ആ ജിയോ നിങ്ങളുടെ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. ആ ജിയോ വാങ്ങിച്ച് നിങ്ങളുടെ ഫയലിൽ വെക്കുക. ആ ജിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാകും ഇത്ര തീയതി വരെയാണ് ഇവർക്ക് ഇളവ് കൊടുത്തിട്ടുള്ളത്, ആ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് പൂർത്തിയാക്കാം. അത് കൂടാതെ തന്നെ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ ആർട്ട്കോയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ സാധനങ്ങളാണ് നിങ്ങൾക്ക് കൊട്ടേഷൻ ടെൻഡർ കൂടാതെ അവരുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ ആ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് എന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത്, നേരത്തെ ഒരു ഇളവുണ്ടായിരുന്നു ആർട്ട്കോ, സിഡ്കോ തുടങ്ങിയവയുടെയൊക്കെ തന്നെ ആ ലിസ്റ്റിനകത്ത്. അതായത് അത് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ഒരു പർപ്പസ് എന്നുള്ളത്, ഇതൊക്കെ ഒരു ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. അപ്പൊ അവരുടെ സെയിൽ കൂടിക്കോട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് 50%, ഒരു 1 ലാഖിന്റെ ഒരു ബില്ലാണെങ്കിൽ 50% കാര്യങ്ങൾ മാത്രം മതി ഈ പറഞ്ഞ ആർട്ട്കോ അല്ലെങ്കിൽ സിഡ്കോ അവരൊക്കെ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാത്ത സാധനങ്ങൾ അവർ 50% താഴെ കവിയാത്ത ഒരു ബില്ല് മറ്റ് സാധനങ്ങളോട് ഉൾപ്പെടുത്താം എന്നുള്ളത്. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരു ആർട്ട്കോയ്ക്ക് ഈ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ എവിടെയെങ്കിലും ഒരു ഫാർമസിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ഏരിയ മോഡിഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അപ്പൊ ആർട്ട്കോ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ തന്നെ അതുപോലെ തന്നെ അവരുടെ ത്രൂ നമ്മൾ ഈ TV ഒക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ നേരത്തെ ആണെങ്കിൽ എനിക്കൊന്ന് ഈ പറഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു, നേരത്തെ ആണെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. കാരണം 50%-ഓളം ബില്ല് മാത്രം മതി അവരുണ്ടാക്കുന്ന സാധനങ്ങൾ. അല്ലാത്ത സാധനങ്ങൾ അവർക്ക് പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാം. അതായത് TV അവരുണ്ടാക്കുന്നതല്ലോ, അതൊക്കെ സപ്ലൈ ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് എടുത്തു കളഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ ജിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ആ സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ കൂടാതെ വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല, ഇതിനേക്കാളും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത് ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാകുന്നതാണ്. പിന്നെ മരുന്ന് വാങ്ങുന്നതാണ്. പ്രൊജക്ട് വഴി മരുന്ന് വാങ്ങുന്നതിനെ പറ്റി മാർഗരേഖയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതോട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആകെയുള്ളത് നമ്മൾ NIC വാങ്ങിച്ചിട്ട് വേണം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സപ്ലൈകോ, ജനൌഷധി, നീതി ഇവിടെ നിന്നൊക്കെ നേരിട്ട് വാങ്ങിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നേരിട്ട് വാങ്ങിക്കാമെന്ന് ഓർഡറിനകത്ത് പറഞ്ഞിട്ട് കാണുന്നില്ല. പക്ഷെ പലരും അത് വാങ്ങിച്ച് കാണുന്നുണ്ട്. അതിന് നിലവിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ട് കാണുന്നുമില്ല. പിന്നെ പ്രൊജക്ട് വഴി നമ്മുടെ KMSയിൽ അല്ലാതെ പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ അടിയന്തര സാഹചര്യം മറികടക്കാനായിട്ട് വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്, ഏറ്റവും അവസാനം, അതായത് കഴിഞ്ഞ 2023 ഒക്ടോബറിൽ വന്ന ഉത്തരവ് പ്രകാരം പറയുന്നത് KMSയിൽ തന്നെ വാങ്ങിക്കണം എന്നാണ്. അഥവാ നിങ്ങൾ അടിയന്തര സാഹചര്യം മറികടക്കാനായിട്ട് KMSയിൽ നിന്നല്ലാതെ വാങ്ങിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാരണം കൂടി നിങ്ങൾക്ക് കാണിക്കാനുണ്ടായിരിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ KMSയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, അതിന് പകരം പുറത്തുനിന്ന് വാങ്ങിച്ചു എന്നുള്ള കാരണം കൂടി കാണിക്കേണ്ടി വരും. നിലവിൽ ഇപ്പം പറയുന്നത് പരമാവധി മെഡിസിൻ KMSയിൽ തന്നെ പ്രൊജക്ട് വഴിയുള്ളതാണ്. മറ്റ് HMC ലോക്കൽ പർച്ചേസ് അല്ല. പ്രൊജക്ട് വഴിയുള്ളത് KMSയിൽ വഴി തന്നെ വാങ്ങിക്കണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പിന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നുള്ള പ്രൊജക്റ്റ് ഒക്കെ പണ്ട് കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നു, അതിപ്പോഴില്ല. പിന്നെ ആയുർവേദ ഹോമിയോക്കാർക്ക് മാത്രം, അത് നമ്മൾ ചെയ്യുന്നതല്ല, എന്നാലും ഇതിന്റെ കംപ്ലീഷൻ സേക്കിന് വേണ്ടി പറയുന്നതാണ്. അവർക്ക് മരുന്ന് കിട്ടാൻ താമസമുള്ളത് കൊണ്ട് മറ്റു രീതിയിൽ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിച്ച് വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും മാർഗരേഖകത്ത്, പ്രൊജക്ട് മാർഗരേഖ, സബ്സിഡി മാർഗരേഖ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് പറയുന്നത് കൂടാതെ പലർക്കും, ചില പഞ്ചായത്തുകൾക്ക്, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർക്ക് സംശയം ഉണ്ടാകാറുണ്ട്. ആ സംശയങ്ങൾ അവർ കോർഡിനേഷൻ കമ്മിറ്റിക്ക് എഴുതി ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച തീരുമാനങ്ങൾ നമ്മൾക്ക് ഒരു ആധാരമാക്കി എടുക്കാവുന്നതും കൂടിയാണ്. കാരണം നമുക്കും ചിലപ്പോൾ അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതെങ്ങനെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ പരിശോധിച്ചതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ ഇടാം. ഇപ്പോൾ ഒരു ക്യാമ്പ് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഒരു മാസത്തിൽ ഒരു തവണ അത് ബ്ലോക്ക് പഞ്ചായത്ത് സമർപ്പിച്ച ഒരു പ്രൊജക്റ്റാണ് കോർഡിനേഷൻ കമ്മിറ്റിക്ക്. മാസത്തിൽ എല്ലാ തവണയും ഒരു തവണ വീതം എല്ലാ പഞ്ചായത്തുകളിലും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി ഒരു സമഗ്ര റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമഗ്ര റിപ്പോർട്ടൊന്നും തയ്യാറാക്കാനായിട്ട് ഒരു ക്യാമ്പ് നടത്താൻ പാടില്ല എന്നുള്ളതാണ് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞത്. മരുന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞു. പിന്നെ
അതേസമയം തന്നെ ക്യാമ്പുകൾ നടപ്പിലാക്കാം എന്നുള്ളത് നമ്മുടെ പ്രൊജക്ട് മാർഗരേഖയിൽ പറയുന്നുണ്ട്. അതിനകത്ത് ക്യാൻസർ ക്യാമ്പുകൾ നടപ്പിലാക്കാം എന്നുള്ളത് തന്നെയാണ് നിലവിൽ മാർഗരേഖയിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം ക്യാൻസർ ക്യാമ്പുകൾ വേണ്ട, ക്യാൻസർ ഗ്രിഡ് നിലവിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണ്ട എന്നുള്ളൊരു ഉത്തരവ് തുടക്കത്തിൽ വന്നിരുന്നുവെങ്കിലും പിന്നീട് വന്ന ഉത്തരവ് ക്യാൻസർ പ്രൊജക്ടുകൾ നടപ്പിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ ഗ്രിഡ് നിലവിലില്ല, അതുകൊണ്ടാണ് ക്യാൻസർ ക്യാമ്പുകൾ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് വെക്കാവുന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അത് ആര് നടപ്പിലാക്കണം എന്നൊക്കെയുള്ള ചോദ്യം വരാറുണ്ട്. അത് മലബാർ ക്യാൻസർ സെന്ററുകാർ ഇപ്പം അതിനകത്ത് ക്യാമ്പുകൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ക്യാൻസർ ഗ്രിഡ് വഴി തന്നെ പോകണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഈ പറഞ്ഞ മെഡിക്കൽ ക്യാമ്പുകൾ നിങ്ങൾക്ക് നടപ്പിലാക്കാവുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ മെഡിക്കൽ ക്യാമ്പ് നടപ്പിലാക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഉറപ്പുവരുത്തണം. കാരണം മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുള്ള മിക്ക പേർക്കും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നിട്ടുണ്ട്. അതായത് ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പുകൾ നടപ്പിലാക്കാം, അതിനകത്ത് അത് കുഴപ്പം പറയുന്നില്ല. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകൾ, അത് തീരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രൈബൽ ഏരിയാസിലൊക്കെ ക്യാമ്പ് നടത്താം. ഇതല്ലാതെയുള്ള ക്യാമ്പുകൾ നമ്മൾ പരമാവധി ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ക്യാമ്പിന് നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ഓൾറെഡി മരുന്നുണ്ടെങ്കിൽ അത് പിന്നെയും ക്യാമ്പിന് വേണ്ടി മരുന്ന് വാങ്ങിക്കരുത്, അത് പ്രൊജക്റ്റ് നന്നായി കഴിഞ്ഞാലും. അതേസമയം തന്നെ നമ്മുടെ സ്റ്റോക്കിലുള്ള മരുന്ന് നമ്മളെ ഒ പിക്ക് വേണ്ടി മാത്രമാണുള്ളതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പിന് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാം. അല്ലാതെ ക്യാമ്പിന് മാത്രമായിട്ട് ഒരുപാട് മരുന്നുകൾ വാങ്ങിക്കുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന്റെ പ്രൊജക്ടിന്റെ സാമൂഹിക നീതിയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് പറഞ്ഞത്. അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തി കൊടുക്കാം. അതിനുശേഷം അതിന്റെ ഇത് നമ്മുടെ സാമൂഹ്യ നീതി ഓഫീസറാണ് അല്ലെങ്കിൽ CDS അല്ലെങ്കിൽ CDPO ആണ് അത് ചെയ്യേണ്ടത്. പിന്നെ CCTV സ്ഥാപിക്കാനായിട്ട് ചില സ്ഥാപനങ്ങൾ പ്രൊജക്ട് വെക്കാറുണ്ട്. അത് ഈ പറഞ്ഞ ഓർഡർ കാണിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ അതിൽ ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ എഞ്ചിനീയർ ചെയ്യുമെങ്കിൽ അത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾക്കത് ഇലക്ട്രോണിക്സുകാരുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ CCTVന്റെ കാര്യത്തിനകത്ത് ഇത് പൊതുവായിട്ട് പറഞ്ഞതാണ്, ആരോഗ്യം മാത്രമല്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഇതൊക്കെ ചെയ്യാമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ കണ്ടിജൻസിയുടെ എക്സ്പെൻസ്, അതായത് നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, വാടക, കൺസ്യൂമബിൾസ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, ഇതൊക്കെയാണ് നമ്മുടെ കണ്ടിജൻസി എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. ചില സ്ഥാപനങ്ങൾ ഇതിനകത്ത് തന്നെ വാഹന വാടക വെക്കാറുണ്ട്, വാട്ടർ സാമ്പിൾ ടെസ്റ്റിംഗ് വെക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളുടെ പഞ്ചായത്ത് അംഗീകരിക്കുമെങ്കിൽ ഇപ്പം നിലവിൽ എന്താണോ ചെയ്യുന്നത് അത് രീതിയിൽ തന്നെ തുടർന്ന് പോകാവുന്നതാണ്. നമ്മുടെ ആരോഗ്യ ജാഗ്രതാ പ്രൊജക്ടിനകത്തേക്ക് തന്നെ എല്ലാം മാറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ കണ്ടിജൻസി പ്രൊജക്ട് വെക്കുമെന്നും അത് ഈ വർഷത്തേക്കുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമുള്ള ചെലവ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ചിലപ്പോൾ അത് സെക്രട്ടറിയുടെ മാത്രം ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് വെക്കാറുള്ളത്. ചില പഞ്ചായത്തുകളിൽ അത് ഓരോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്കും അവരുടെ പ്രൊജക്റ്റ് ആയിട്ട് വെക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ വർഷം ആവശ്യമുള്ളത് അതൊരു കണ്ടിജൻസി പ്രൊജക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിനകത്ത് സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാർ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഡയാലിസിസിനായിട്ട് ചില സ്റ്റാഫുകൾ നിയമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് സാലറി കൊടുക്കുന്നതിന് കൃത്യമായ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ നിയന്ത്രിക്കേണ്ടത് ആ മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ആൾക്കാരെ മാത്രമാണ്. അത് ആരൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു. അതിനകത്ത് കൂടുതലായിട്ട് നിയമിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഡയാലിസിസിനൊന്നും ഡോക്ടർ, സ്റ്റാഫ് എന്നൊക്കെ വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഡയാലിസിസിന്റെ തുക, അതായത് ഒരു 3 lakhs പ്രൊജക്ട് പിന്നെ ഒരു പഞ്ചായത്ത് വെച്ചു. അപ്പോൾ അത് ഒരു 3 ലക്ഷം മുഴുവനായിട്ടും NGOക്ക് കൊടുക്കാൻ പറ്റും, ഒരു ഡയാലിസിസ് യൂണിറ്റിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന് ഒരു ആഴ്ചയിൽ പരമാവധി 1000, അത് മാക്സിമം 4000 പെർ മന്ത് ആയിട്ട് ആ ഡയാലിസിസ് സെന്ററിന് കൈമാറാമോ എന്നുള്ളതാണ്. അതായത് ഡയാലിസിസ് നടത്തി കഴിഞ്ഞാൽ കൈമാറാമോ എന്നുള്ള, അതായത് ഇത് എത്ര ഡയാലിസിസ് ആണോ നടക്കുന്നത് അത്രയും അനുസരിച്ച് കൊടുക്കാമോ എന്നുള്ള പ്രൊജക്റ്റാണ് ഉള്ളത്. നിലവിലത് ഇംപ്ലിമെന്റിങ് ചെയ്യേണ്ടതിന്റെ നിർദ്ദേശം DPCയിൽ നിന്ന് വന്നിട്ടുണ്ട്. DPCയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ രീതിയിൽ മൊത്തമായിട്ടൊരു തുക കൈമാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ GSTയുടെ കാര്യത്തിലാണ്. GSTയുടെ ആദ്യത്തെ ഓർഡർ പ്രകാരം അത് LSTDയുടെ തന്നെ GST രജിസ്ട്രേഷൻ മതി എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് അതിന്റെ വിശദമായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് 2.5 ലക്ഷത്തിന് മുകളിലുള്ള കരാർ തുക വരുമ്പോഴൊക്കെയാണ് ഇത് വേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അതാത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എടുക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് നിങ്ങളുടെ LSTDയുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് GST വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുക. പക്ഷെ GST എടുത്തു കഴിഞ്ഞാൽ ആ GST റിട്ടേൺ കൃത്യമായിട്ട് ഫയൽ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഫൈൻ വരും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. പിന്നെ
കണ്ണട, ചപ്പൽ, വാക്കിംഗ് സ്റ്റിക്ക് ഇതൊക്കെ ഒന്നും വാങ്ങിക്കാനായിട്ട് പറയുന്നില്ല. അപ്പോ ഈ കൊതുകുവലയുടെ കാര്യത്തിനകത്ത് നമ്മുടെ പിന്നെ നമ്മുടെ സപ്ലൈ ഇല്ലെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കണ്ണട അതൊന്നും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. കട്ടിൽ വാങ്ങിച്ചു കൊടുക്കുന്നതിനകത്ത് നിന്ന് ഒരു കാര്യം നമ്മുടെ മാർഗരേഖയിൽ പറയുന്നുണ്ട്, സെക്രട്ടറി ചെയ്യേണ്ടതാണ്, അത് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമ്മൾ ഇത്രയും പ്രൊജക്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചില രജിസ്റ്റേഴ്സ് നമ്മൾ വെക്കേണ്ടതുണ്ട്. ആ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറഞ്ഞ കുറച്ച് ഫോർമാറ്റിനകത്തുള്ളതാണ്. അപ്പോൾ അത് അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ എന്നുള്ളത്, സബ്സിഡി രജിസ്റ്റർ ഉണ്ട്, പ്രൊജക്ട് രജിസ്റ്റർ ഉണ്ട്. ഇതിപ്പോൾ ഇതൊക്കെയാണ് വെക്കേണ്ടത്. ഇതിന്റെ ഫോർമാറ്റ് ഇതിനകത്ത് ഇടാം. അതായത് നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാലും ഈ രജിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ, ഈ രജിസ്റ്റേഴ്സ് ഇല്ല എന്നുള്ള ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ കൂടെ വരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ചില ഈ അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററും അതൊക്കെ ഇപ്പോഴും നിലവിലുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പഞ്ചായത്തിൽ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതിയാകും. കാരണം ഇത് സാഖ്യ ആൻഡ് സുലേഖയാണ് അതിന്റെ പ്രൊജക്ട് എൻട്രി ഉള്ളത്. സാഖ്യ എന്നുള്ളതിന്റെ പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അത് വന്നതിന് ശേഷം ഇതൊക്കെ വെക്കണമോ വേണ്ടയോ എന്നുള്ളത് പഞ്ചായത്തിൽ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഒരു സെക്കൻഡ്. ഹലോ. ആ അപ്പോ ഇത് ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ട് പലർക്കും ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാതിരിക്കാനായിട്ടൊന്ന് സഹായകരമാകും എന്നുള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ഷെയർ ചെയ്ത് തന്നതാണ്. അവരുടെ പേരുകൾ ഇതിനകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏത് കൊട്ടേഷൻ വിളിച്ചു കഴിഞ്ഞാലും അത് ഭരണസമിതി അംഗീകരിക്കണം എന്നാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊട്ടേഷൻ ഭരണസമിതി അംഗീകരിച്ചതായിട്ട് കാണാറില്ല. അപ്പോൾ കൊട്ടേഷൻ ഭരണസമിതി നിർബന്ധമായിട്ടും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഏത് കൊട്ടേഷൻ വിളിച്ചു കഴിഞ്ഞാലും. പിന്നെ ഇത് ഒരു കോൺട്രവേഴ്സ്യൽ ആണ്. അതായത് പാലിയേറ്റീവ് നഴ്സിന് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പൈസ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഒരു ചെയ്തപ്പോൾ, അതായത് മാർച്ച് 25-ന് ചിലപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കേണ്ടി വരും. പക്ഷെ മാർച്ച് 31 വരെ നമ്മൾ പാലിയേറ്റീവ് കെയർ, ഹോം കെയർ നടത്തിയതായിട്ട് കാണിച്ചിട്ട് അവരുടെ ആ മാസത്തെ മുഴുവൻ സാലറി കൊടുക്കാറുണ്ട്. അപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതായിട്ട് കാണുന്നു. അപ്പൊ ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നിലവിൽ സംശയമുണ്ട്. പിന്നെ ഏത് ക്യാമ്പ് നടത്തി കഴിഞ്ഞാലും ആ ക്യാമ്പ് നടത്തിയതിന്റെ ഇപ്പൊ ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് നടത്തിയതാണ് മുന്നേ. അപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ പെട്ട ഒരാളാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് ക്യാമ്പ് നടത്തി അവസാനം കുറച്ച് ബില്ലല്ലാതെ ക്യാമ്പിൽ എത്ര പേര് വന്നു, അവർ പരിശോധിച്ചതിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു രേഖയോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ക്യാമ്പ് നടത്തി വെറുതെ ബില്ലുകൾ വെക്കുക. അതായത് ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് വാഹനം, ബാനർ ചാർജ്, ഡെക്കറേഷൻ, ഇങ്ങനെയൊക്കെയാണ് ബില്ലുള്ളത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇതിനെന്തിന് മീൻസ് ഇതുകൊണ്ട് എത്ര പേര് വന്നു, എത്ര പേര് സ്ക്രീനിങ് ചെയ്തു തുടങ്ങിയ ഒരു കാര്യങ്ങളും ആ ഫയലിനകത്ത് ഇല്ലായിരുന്നു. അപ്പൊ അതില്ലാത്തത് കൊണ്ട് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയതാണ്. അപ്പൊ നിങ്ങൾ ക്യാമ്പ് നടത്തുമ്പോൾ ആ ക്യാമ്പിനകത്ത് വന്ന് പരിശോധിക്കപ്പെട്ട ആൾക്കാരുടെ പേര്, വിവരങ്ങളും അതുപോലെ തന്നെ അവർക്ക് എന്ത് അസുഖം കണ്ടെത്തി എന്നുള്ള ഒരു രേഖയും ഇതിന്റെ ഫയലിന്റെ കൂടെ വെക്കണം. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു മോണിറ്ററിംഗ് റിപ്പോർട്ട്. അതായത് ഏത് പ്രൊജക്ട് നടത്തി കഴിഞ്ഞാലും ഒരു മോണിറ്ററിംഗ് റിപ്പോർട്ട് എന്നുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇത് പദ്ധതി പൂർത്തീകരിച്ചതിന്റെ റിപ്പോർട്ട് എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പദ്ധതി പൂർത്തീകരിച്ചതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത്ര തീയതിയിൽ ഇന്ന ക്യാമ്പ് നടത്തി ഇന്ന ആൾക്കാർ വന്നു നോക്കി. പക്ഷെ മോണിറ്ററിംഗ് റിപ്പോർട്ടിനകത്ത് ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. അത് നിങ്ങളുടെ LSTD ചോദിച്ചാൽ കിട്ടും. അത് ഈ ക്യാമ്പിന്റെ പ്രൊജക്ട് മാത്രമല്ല, ഏത് പ്രൊജക്ട് ആണെങ്കിലും ഒരു മോണിറ്ററിംഗ് റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഏത് പ്രൊജക്ട് ഇപ്പം നമ്മുടെ 2024-25 പ്രൊജക്ട് തീരാൻ പോവുകയാണ്. ആ പ്രൊജക്ട് തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 പ്രൊജക്ട് ഉണ്ടെങ്കിൽ 10 മോണിറ്ററിംഗ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. ആ മോണിറ്ററിംഗ് റിപ്പോർട്ട് നിങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഒപ്പിടാനുള്ളതാണ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ചോദിച്ച് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് വെക്കുക. പിന്നെ ഇത് നോക്കുക, ഇത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 16,030 രൂപയുടെ ആണ് ഒരു പ്രിന്റിംഗ് പ്രസ്സിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് പറയുന്ന പ്രകാരം 5,000 രൂപ മുതൽ 25,000, ഇത് പഞ്ചായത്തിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്, ഗ്രാമപഞ്ചായത്തിന് വന്നിട്ടുള്ളതാണ്, നമ്മുടെ ജില്ലയിൽ തന്നെയാണ്. 5,000 രൂപ മുതൽ 25,000 രൂപയുള്ള വാങ്ങലുകൾക്ക് കൊട്ടേഷൻ ആണ് ക്ഷണിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരത് കൊട്ടേഷൻ ഒന്നും ക്ഷണിക്കാതെ വാങ്ങിച്ചു. അതായത് ഒരു പിന്നെ നോട്ടീസ് തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം 15,000-ന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോർ പർച്ചേസ് റൂൾസ് പ്രകാരം കൃത്യമായിട്ട് അത് വേണ്ടതാണ്. പക്ഷെ അതുപോലും ഇവർ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഓഡിറ്റ് ഓഫീസർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 5,000 മുതൽ 25,000 വരെയുള്ള വാങ്ങലുകൾ. കാരണം നമ്മുടെ ഇത് പ്രൊജക്റ്റ് ആണ്, പ്രൊജക്റ്റിനകത്ത് നമ്മുടെ പ്രൊക്യൂർമെന്റ് മാനുവലാണ്. അത് പാലിക്കുമ്പോൾ 5,000-ന് മുകളിലുള്ള എല്ലാത്തിനും നമ്മൾ ഇതാണ് പാലിക്കേണ്ടത്. അതായത് കൊട്ടേഷൻ ആണ് ചെയ്യേണ്ടത് 5,000 to 25,000.
പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇതൊരു നമ്മുടെ നേരത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്ന അതേ മെഡിക്കൽ ഓഫീസറാണ്. അയാൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പം ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് ഒക്കെ കിട്ടി. പക്ഷേ എസ്റ്റിമേറ്റ് കിട്ടിയതിന് ശേഷം നിശ്ചയിക്കപ്പെട്ട സ്പെസിഫിക്കേഷനോട് കൂടിയ ഉപകരണങ്ങളാണ് ലഭ്യമായിട്ടുള്ളതെന്നുള്ള സാക്ഷ്യപത്രം, അതായത് PWDയിൽ നിന്ന് എസ്റ്റിമേറ്റ് എടുത്തു. എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം ഇത് തന്നെയാണ് വാങ്ങിച്ചത് എന്നുള്ളൊരു സാക്ഷ്യപത്രം വാങ്ങിക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ അതൊന്നും വാങ്ങിക്കാതെ അയാൾ ബില്ല് കൊടുത്തു. അപ്പോൾ അതിന് ഇത്രയും തുകയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ അയാൾക്ക് വന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PWDക്കും അറിയാം നമ്മൾ ഈ CPRCS സെയിൽസ് നിന്നോ അല്ലെങ്കിൽ ജെം പോർട്ടലിൽ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എസ്റ്റിമേറ്റ് തരുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മറുപടിയാണ് നമ്മുടെ PWD ഇലക്ട്രോണിക്സ് കണ്ണൂരിൽ നിന്നൊക്കെ കിട്ടുന്നത്. അതായത് CPRCS നിന്നാണ് വാങ്ങുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് നേരിട്ട് അതിനകത്ത് നിന്ന് വാങ്ങിക്കാം. അതിനകത്തില്ലാത്ത ഒരു ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം ഇതിൻ്റെയൊക്കെയുള്ള എസ്റ്റിമേറ്റ് ഞങ്ങൾ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ CPRCS എന്നുള്ള സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജെം പോർട്ടലിൽ നിന്നോ വാങ്ങിക്കുവാണെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാമെന്നും അതേസമയം തന്നെ നമ്മുടെ അവിടെ അതിനകത്തില്ലാത്ത ഈ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിന് അവർ എസ്റ്റിമേറ്റ് തരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ പലപ്പോഴുമുള്ള പ്രശ്നം ഈ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള താമസമാണ്. അപ്പോൾ ജെം പോർട്ടൽ വഴി വാങ്ങിക്കാമെന്നാണ് ഈ ഒരു ആള് കോർഡിനേഷൻ കമ്മിറ്റിക്ക് മുന്നേ വന്നൊരു കത്താണ്. അപ്പോൾ അവർ വന്നപ്പോൾ അവർ ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ ജെം പോർട്ടൽ വഴിയാണ് CPRCS വഴി വാങ്ങാൻ താമസം ഉണ്ടെങ്കിൽ പലപ്പോഴും ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് തുക കൊടുത്തിട്ടായിരിക്കും നമ്മൾ താമസം നേരിടുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങിച്ചിട്ട് ജെം പോർട്ടൽ വഴി വാങ്ങിക്കാനുള്ള നിർദ്ദേശമാണ് അവസാനം കൊടുത്തത്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഈ കമ്പ്യൂട്ടറും ആക്സസറീസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അതിനുള്ള ഒരു രജിസ്റ്റർ വെക്കണം. ആ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓഫീസ് ഫർണിച്ചറിനും അതിന് തന്നെ നമ്മൾ വേറൊരു KFC ഫോം പ്രകാരമുള്ളൊരു ഫോർമാറ്റ് വെക്കണം. അപ്പം അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കണം, രജിസ്റ്റേഴ്സ് വെക്കണം എന്നുള്ളതാണ് ഈ ഓഡിറ്റ് ഒബ്ജക്ഷനകത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലത്ത് AC വാങ്ങിച്ചതാണ്. അപ്പോൾ AC വാങ്ങിക്കാനായിട്ട് എസ്റ്റിമേറ്റ് ഒക്കെ കൊടുത്തു. ഇത് നമ്മുടെ പഴയ മറ്റേ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്ന അതേ മെഡിക്കൽ ഓഫീസറാണ്. അയാൾക്ക് വന്നിട്ടുള്ള അടുത്ത ഓഡിറ്റ് ഒബ്ജക്ഷൻ 40,000 രൂപയുടെ. AC വാങ്ങിക്കുന്നതിനായിട്ട് ഫാർമസി AC വാങ്ങിച്ചതിന് ശേഷം എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു. എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം അവർ വീണ്ടും നേരത്തെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ചെയ്ത അതേ മണ്ടത്തരം തന്നെ കാണിച്ചു. അവരുടെ അറിവില്ലായ്മയാണ്. അപ്പോൾ ആ അറിവില്ലായ്മ തന്നെ കാണിച്ചു. അതായത് ഗുണനിലവാര സാക്ഷ്യപത്രം അവർ വാങ്ങിക്കാതെ തന്നെ പിന്നെ ഇതിന്റെ പൈസ കൊടുത്തു. അപ്പോൾ പിന്നെ അത് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയി. അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇതേ ആൾ തന്നെ, ഇതേ മെഡിക്കൽ ഓഫീസറും അതേ PHC തന്നെയാണ്. അവിടെ അവർ പിന്നെ ഒരു സ്പെസിഫിക്കേഷൻ അവർ PWD എസ്റ്റിമേറ്റ് നിന്ന് വാങ്ങിച്ചു. PWDയിൽ നിന്ന് എസ്റ്റിമേറ്റ് വാങ്ങിയതിനു ശേഷം ആ സ്പെസിഫിക്കേഷനോട് കൂടിയ സാധനം വേണം നമ്മൾ വാങ്ങിക്കാൻ. പക്ഷെ അതല്ലാതെ വേറൊരു സ്പെസിഫിക്കേഷനോട് കൂടി ഒരു സാധനം വാങ്ങിച്ച് ബില്ല് കൊടുത്തു. അപ്പൊ അത്രയും രൂപ അവർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വീണ്ടും ആയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് കൊട്ടേഷൻ വഴി വാങ്ങാത്തതിൻ്റെയാണ്. കാരണം നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും, അതായത് വെറുതെ നമ്മൾ ബാനറൊക്കെ പെട്ടെന്ന് ഈ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പന്തൽ കെട്ടിക്കോ അല്ലെങ്കിൽ ബാനർ പ്രിന്റ് ചെയ്തോ എന്നൊക്കെയുള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കും. പക്ഷെ ബില്ല് ആയിട്ട് അവസാനം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ഇത് ഇത്രയും രൂപയുടെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു നേരത്തെയുള്ള അതേ മെഡിക്കൽ ഓഫീസർ തന്നെ അയാൾ ഒരു ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പ് നടത്തി. അതിന്റെ ഭാഗമായിട്ട് ബാനറും ബോർഡൊക്കെ തയ്യാറാക്കി. അവസാനം ഒരു സ്ഥാപനത്തിന് മാത്രം 27,000 സംതിങ് ബില്ലായി. അപ്പോൾ അതിന് കൊട്ടേഷൻ ഒന്നും ഇല്ലാതെ നേരിട്ട് പൈസ കൊടുത്തു. അത് തന്നെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ അത് മുഴുവനും അയാൾക്ക് വീണ്ടും ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് കിഡ്നിയുടെ രോഗികൾക്കുള്ള ധനസഹായം, നമ്മുടെ സ്ഥിരം ഡയാലിസിസുള്ള ധനസഹായമല്ല. അതായത് പിന്നെ ഡയാലിസിസിന്റെ നമുക്കറിയാം, അത് ആ ഒരു ഡയാലിസിസ് സെന്ററിനാണ് കൊടുക്കുന്നത്. ഇത് കിഡ്നി രോഗിക്ക് പൈസ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ധനസഹായം എന്നുള്ള സംഭവം പ്രശ്നത്തിനകത്ത് തീരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു ബെനിഫിഷ്യറിക്ക് ഒരു പൈസയും നമ്മൾ കൊടുക്കാൻ പാടില്ല. മീൻസ് ഷോപ്പ് കീപ്പർ അങ്ങനെയുള്ള ആളല്ല, അല്ലാതെ ഒരു രോഗി എന്നുള്ള ആൾക്ക് ഒരു ധനസഹായവും നമ്മൾ പ്രൊജക്ട് വഴി കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് വികലാംഗർക്ക് ഉപകരണം വാങ്ങൽ പ്രൊജക്റ്റാണ്. ഇതെന്തിനാണ് നമ്മുടെ മെഡിക്കൽ ഓഫീസർ നടത്തിയതെന്ന് അറിയില്ല. പക്ഷേ അതുപോലെ തന്നെ വൃദ്ധർക്ക് ഉപകരണങ്ങൾ വാങ്ങൽ എന്നുള്ള പ്രൊജക്റ്റും മിക്കവാറും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ മാർഗരേഖയൊന്നും നോക്കാതെ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്ന ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കാം. അപ്പോൾ അയാൾ ചെയ്തത് ഇതാണ്: വികലാംഗർക്ക് ഉപകരണം വാങ്ങിച്ചു കൊടുത്തു, അതുപോലെ തന്നെ വൃദ്ധർക്ക് ഉപകരണം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ബെനിഫിഷ്യറിയെ തെരഞ്ഞെടുത്തത്, അതായത് ഏത് വയോജനങ്ങൾക്ക് എന്ത് ഉപകരണം ആര് സെലക്ട് ചെയ്തു,
അങ്ങനെയുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വികലാംഗർക്ക് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് ക്യാമ്പ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ ഒന്നും തന്നെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഈ ഓഡിറ്റ് നമ്മുടെ ഫയലിനകത്ത് ഇല്ല. അതൊക്കെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് മാറി. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് അതിനകത്ത് ഇല്ലാത്ത ആൾക്ക്, അതായത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മളല്ല ICTs ആണ് നടത്തേണ്ടത്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ നമ്മളതിനെ ക്യാമ്പ് നടത്തണം. ക്യാമ്പ് നടത്തിയതിന്റെ രേഖകൾ സൂക്ഷിക്കണം. ക്യാമ്പ് നടത്തിയതിനു ശേഷം നമ്മുടെ ബെനിഫിഷ്യൽ ലിസ്റ്റ് തയ്യാറാക്കണം. ആ ലിസ്റ്റ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കണം. അവസാനം ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അയാൾ ആ ലിസ്റ്റിനകത്തേ ഇല്ലാത്ത ഒരാൾക്കും കൂടി ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയും നിങ്ങൾ നോക്കുക, മോണിറ്ററിംഗ് റിപ്പോർട്ട്, പ്രൊജക്ട് പൂർത്തീകരണ സാക്ഷ്യപത്രം ഇവയൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ നിങ്ങൾ LSD നിന്ന് വാങ്ങിച്ച് കൃത്യമായിട്ട് ഓരോ പ്രൊജക്റ്റിനും, ഇതുപോലെയുള്ള ക്യാമ്പ് മാത്രമല്ല എല്ലാ പ്രൊജക്റ്റിനും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പലയിടത്തും സംഭവിക്കുന്നതാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കൽ. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കാര്യം നമ്മൾ ആകെ പറയുന്നത്, നമുക്കറിയാം, ഒരു സാലറി അല്ലെങ്കിൽ അങ്ങനെ ഓണറേറിയം കൊടുത്തിട്ടുള്ള ഒരാളെയും നമ്മൾ പ്രൊജക്ട് മാർഗരേഖയിൽ പറഞ്ഞിട്ടില്ലാത്ത ആരെയും നിയമിക്കാൻ പാടില്ല. നമ്മൾ ഡോക്ടറോ പാരാമെഡിക്കൽ സ്റ്റാഫോ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ പാലിയേറ്റീവിനകത്ത് പറയുന്നത്, പാലിയേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള ആൾക്ക് ഫിസിയോതെറാപ്പി നടത്താനായിട്ട് ഇത്ര രൂപയിൽ കവിയാതെ അത് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രൊജക്ട് വഴി ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ നിയമിച്ചിട്ടുണ്ട്. അത് മാർഗരേഖയ്ക്ക് വിരുദ്ധമാണ്. അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റിന് ഇവിടെ ഈ റെഡിൽ മാർക്ക് ചെയ്ത് നോക്കുക. പാലിയേറ്റീവിന്റെ ഭാഗമായില്ലാതെ ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനത്തിന് വേണ്ടി മാത്രം പദ്ധതി തയ്യാറാക്കേണ്ടത് കാരണമാണ് അറിയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ മാർഗരേഖത്ത് ഇല്ല. പിന്നെ ഇത് മരുന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ള നടപടിക്രമങ്ങൾ പാലിക്കാത്തതാണ്. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലുകളുടെ തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഹാജരാക്കാത്തതാണ്. പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഓഫീസർ ക്യാമ്പ് നടത്തി. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് എന്തിനു വേണ്ടിയിട്ട്, അതായത് ഈ പ്രൊജക്ടിന്റെ പേര് എന്നുള്ളത് ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് നോക്കുക. ഇത് 2022 വന്നിട്ടുള്ള ഒബ്ജക്ഷൻ ആണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അറിയാം, നമ്മളെ അതിന് മുന്നേയുള്ള മാർഗരേഖ, അത് 2018 ഇറങ്ങിയതാണ്. ആ 2018 ഇറങ്ങിയ മാർഗരേഖ, അതായത് നമ്മളിപ്പോൾ പ്രൊജക്ട് നടപ്പിലാക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത് 2022 മാർഗരേഖയാണെങ്കിൽ ആ മുന്നേ വർഷങ്ങളിൽ പാലിക്കേണ്ടത് അതിന് മുന്നേയുള്ള 2018 മാർഗരേഖയായിരുന്നു. അപ്പോൾ ആ മാർഗരേഖയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ തന്നെ നിങ്ങൾ നോക്കുക, മാർഗരേഖയിലോ അല്ലെങ്കിൽ സബ്സിഡി മാർഗരേഖയിലോ പരാമർശിക്കാത്ത പ്രൊജക്ട് എന്തിന് നടപ്പിലാക്കി എന്നത് അപ്പോൾ അത് മെഡിക്കൽ ഓഫീസർ തന്നെ ഉത്തരം പറയേണ്ടി വരും. കാരണം നമ്മൾ അവിടെ HSR വേണം, വർക്കിംഗ് ഗ്രൂപ്പിന്റെ മിനിറ്റ്സ് വേണം. അതിനുശേഷം നമ്മൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ മിനിറ്റ്സിനകത്തുള്ള പ്രൊജക്ട് മാർഗരേഖ സബ്സിഡി മാർഗരേഖയിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊന്നും നോക്കാതെ നമ്മൾ വെറുതെ ഒരു ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ക്യാമ്പും വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തിയതിന്റെ പരിണിത ഫലമാണ് ഇത്രയും തുക, അതായത് 1,25,000-ഉം 95,000-ഉം ആ മെഡിക്കൽ ഓഫീസർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നത്. അതുപോലെ തന്നെയാണ് അംഗനവാടി കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ഓഫീസർ കൊണ്ടുപോയിട്ട് നടത്തിയതാണ് അംഗനവാടി കുട്ടികൾക്ക് ആരോഗ്യ പരിശോധന. അപ്പോൾ അവിടെയും വന്നിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ നോക്കുക. ഇത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ്, അതായത് മാർഗരേഖയിൽ പറയാത്തൊരു കാര്യം നിങ്ങൾ എന്തിന് നടപ്പിലാക്കി എന്നുള്ളതാണ് ചോദ്യം. ഒരു മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കും വെറുതെ ഒരു ഇതിനുള്ള മറുപടി തയ്യാറാക്കി കൊടുക്കാൻ സഹായിച്ചത് ഞാൻ തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ എൻ്റെ മുമ്പിലോട്ട് ഈ മെഡിക്കൽ ഓഫീസർ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കൂ എന്നുള്ളത്, അതായത് അവരെ പറ്റിക്കാം എന്നുള്ള രീതിയിൽ ഒരു മറുപടി, പറ്റിക്കാമെന്നല്ല, അവരെ നമ്മൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പ് ആവുകയോ എന്നുള്ള രീതിയിൽ ഒരു മറുപടി നമ്മൾ കൊടുത്തു നോക്കി. ഡ്രോപ്പ് ആയില്ല. അതായത് ഈ പറഞ്ഞ ഓഡിറ്റ് ഒബ്ജക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു മറുപടി തയ്യാറാക്കി കൊടുത്തു. ആ മറുപടിക്ക് വന്ന മറുപടിയാണ് ഇത്. അതായത് ഇതിൽ നമ്മളിങ്ങനെ കുറെ അതും ഇതൊക്കെ കാടും പടലൊക്കെ കൂട്ടിയിട്ട് ഒരു മറുപടി എഴുതി കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞതൊന്നും പറ്റില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതായത് മാർഗരേഖയിൽ ഇല്ലാത്ത കാര്യം നടപ്പിലാക്കാൻ പറ്റില്ല, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വരുന്ന എല്ലാ ഓഡിറ്റ് ഒബ്ജക്ഷനും അങ്ങനെയാണ്. പ്രൊജക്ട് മാർഗരേഖയിലും സബ്സിഡി മാർഗരേഖയിലും ഇല്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും സബ്സിഡി മാർഗരേഖയും പ്രൊജക്ട് മാർഗരേഖയും വായിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വനിതാ ഘടക പദ്ധതി. അതായത് പഞ്ചായത്തുകൾക്ക് വനിതാ ഘടക പദ്ധതിയിൽ എന്തെങ്കിലും പ്രൊജക്ട് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തി തീരും. അവസാനം അത് മെഡിക്കൽ ഓഫീസർ തലയിൽ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ കൊണ്ട് പിന്നെ നമ്മളെ കുടുംബശ്രീക്കാരെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. പക്ഷെ ആ വനിതാ ഘടക പദ്ധതിയുടെ മാർഗരേഖ കാര്യം പ്രത്യേകിച്ച് തന്നെ ആരോഗ്യത്തിന്റെ കീഴിലല്ലാതെ വേറൊരു സ്ഥലത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വനിതാ ഘടക പദ്ധതി എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഞാനത് വായിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ആരെങ്കിലും വനിതാ ഘടക പദ്ധതിയിലുള്ള ഒരു സംഭവം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് മാർഗരേഖയിൽ പറഞ്ഞുള്ള പ്രകാരമാണ് എന്ന് നിർബന്ധമായിട്ടും അവർ ഉറപ്പുവരുത്തുക. പിന്നെ ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, പാലിയേറ്റീവിന്റെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നാണ്. അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ടാണ്
ഓക്കെ. പിന്നെ അതും അതിൻ്റെ തന്നെയാണ്, വെബ്സൈറ്റിൽ ലിസ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴാരൊക്കെയാണുള്ളത്, അപ്പോൾ ഇവരുടെ ലിസ്റ്റ് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുക്കുക. അതിൻ്റെ കോപ്പി സൂക്ഷിക്കുക. പ്രസിദ്ധീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു കത്ത് കൊടുത്ത് നിങ്ങളുടെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞു, ഡോക്ടറിനെയും ഒക്കെ ഇന്റർവ്യൂ നടത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. ജില്ലാതലത്തിൽ ഡോക്ടർമാരുടെ ഇന്റർവ്യൂ എന്നുള്ളത് ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് ഇന്റർവ്യൂ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വർഷത്തെ തുക മുഴുവൻ അവർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേണോ, കളക്ടർ സമിതി വേണോ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ പ്രൊജക്ട് മാർഗരേഖ എന്നുള്ളത് നമ്മുടെ സബ്സിഡി മാർഗരേഖയും അതുപോലെ തന്നെ പ്രൊജക്ട് മാർഗരേഖയുമാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ കളക്ടർ സമിതിയാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടറുടെ സമിതി ആണ് നമ്മുടെ ഈ ഇന്റർവ്യൂ നടത്തേണ്ടത്, ഡോക്ടേഴ്സിന്റെ ഇന്റർവ്യൂ നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അധികമായിട്ട്, അതായത് ഇവിടെ അറ്റൻഡർ, ലാബ് ടെക്നീഷ്യൻ, ECG അങ്ങനെ തോന്നിയ പോലെ ആൾക്കാരെ നിയമിച്ചു. അങ്ങനെയൊന്നും നിയമിക്കാൻ ഇപ്പോൾ പറയുന്നില്ല. നിലവിൽ കൃത്യമായിട്ടുള്ള എണ്ണം പറഞ്ഞിട്ടുണ്ട്, നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും തന്നെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ രജിസ്റ്റേഴ്സ് ഒന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഒബ്ജക്ഷൻ വേറെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പാലിയേറ്റീവിന്റെ കാര്യത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ, അതായത് പാലിയേറ്റീവ് പ്രൊജക്റ്റിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കും, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകണം. അതായത് PMC അവിടെ നിർബന്ധമായിട്ടുണ്ടാകണം. ഈ ഗുണഭോക്താക്കളുടെ പാലിയേറ്റീവിന്റെ ലിസ്റ്റ് ഉണ്ടാകണം. പിന്നെ അതിന് രജിസ്റ്റേഴ്സ് ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ലൈഡും കൂടെ നിങ്ങൾ നോക്കുക. ഇത് ഒരു മെഡിക്കൽ ഓഫീസർക്ക് ഒബ്ജക്ഷൻ വന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അവിടെയും കണക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കുറേയധികം കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് കിട്ടുന്നതല്ല. അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഇത് പിന്നെ ടെൻഡർ വിളിക്കാണ്ട് ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിൽ മൈക്ക് സിസ്റ്റം വാങ്ങിച്ചതാണ്. മെഡിക്കൽ ഓഫീസർ തന്നെയാണ് ചെയ്തത്. പക്ഷേ അവിടെ പിന്നെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതേസമയം തന്നെ ഈ പറഞ്ഞ ടെൻഡർ വിളിച്ചിട്ടില്ല. പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൂടണമെന്ന് ഞാൻ പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. ഭരണസമിതി അപ്രൂവൽ വാങ്ങിക്കണം ഇതിനെന്ന് പറഞ്ഞു, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കൊട്ടേഷനോ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി തീരുമാനവും വേണം, നമുക്ക് ഭരണസമിതിയുടെ തീരുമാനവും വേണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ കൊട്ടേഷൻ വിളിച്ചതിന് ശേഷം അതിനകത്ത് കൊട്ടേഷന്റെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഭരണസമിതി അംഗീകരിച്ചതും തുടങ്ങിയ കാര്യങ്ങളില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഇതാണ് കുടുംബ സംഗമം. പാലിയേറ്റീവിന് ഇനിയിപ്പം ഈ ജനുവരി തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന ഒരു മെയിൻ സംഭവമാണ് പാലിയേറ്റീവിന്റെ കുടുംബ സംഗമം എന്നുള്ളത്. പാലിയേറ്റീവിന്റെ കുടുംബ സംഗമത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ 2015 ഉത്തരവിനകത്ത് പറയുന്നത് ഭക്ഷണ ചെലവിനായിട്ട് 60 രൂപയും മറ്റു ചെലവുകൾക്കായിട്ട് 3000 രൂപ ചെലവഴിക്കാമെന്നാണ്. 2019 ഉത്തരവിനകത്ത് അങ്ങനെ ഒരു പിന്നെ എമൗണ്ട് പറയുന്നില്ല. പക്ഷെ പരമാവധി നമ്മുടെ മറ്റ് സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കണക്ക് വെച്ചിട്ടാണ്. അതായത് ഭക്ഷണത്തിനായിട്ട് ഒരാൾക്ക്, ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരാൾക്ക് 60 റുപ്പീസും മറ്റ് ചിലവുകൾക്കായിട്ട് 3000 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ഒരു പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർക്ക് വന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. ഇതിനേക്കാളും തുകയായിട്ട്, അതായത് 100 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ ഇവര് കണക്ക് പ്രകാരമാണെങ്കിൽ 100 × 60 6000 മാത്രമേ ചെലവഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവര് 10000 ചെലവഴിച്ചു. അതായത് ഒരാൾക്ക് 100 രൂപ ചെലവഴിച്ചു. പിന്നെ മറ്റ് ചെലവുകൾക്കായിട്ട് ഇതിന് 3000 രൂപ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ ആകെ 8700 രൂപ ചെലവഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ജനുവരി മാസം എന്നുള്ളത് പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ മാസമാണ്. ഇങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ അധികരിച്ചൊരു തുക ചെലവഴിക്കാതിരിക്കുന്നതായിരിക്കും സേഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞു അല്ലെങ്കിൽ ഡൗട്ട്സിന് ക്ലിയർ ചെയ്തു എന്നുള്ളതല്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് ഏത് ജിയോ പ്രകാരമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനകത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജിയോ കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു. സംശയം ചോദിക്കണം. ആ സാർ, പാർട്ടിസിപ്പേഷന് ഒരു പ്രോജക്റ്റും പറ്റില്ല. കേൾക്കുന്നില്ല സാർ. കൊടുക്കാൻ പറ്റാത്ത സാർ കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല. ഇല്ല സാർ, അവിടെ 2 സിസ്റ്റം ഉണ്ട്, അതാണ്. ഡയാലിസിസ് മാത്രമേ കേട്ടുള്ളൂ സാർ. ഡയാലിസിസ് പേഷ്യന്റിന് നമ്മളിപ്പോൾ പ്രോജക്റ്റ് വെക്കാൻ പറ്റില്ലല്ലോ.
ഹലോ, കേൾക്കുന്നുണ്ടോ? ഡയാലിസിസ് പ്രൊജക്ടിന് പേഷ്യന്റ് പ്രൊജക്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സാർ. അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഡയാലിസിസ് പേഷ്യന്റ് ഇത് ചെയ്യുന്നതാണ് പ്രശ്നം. ഗവൺമെന്റ് സ്റ്റാഫ് ഇല്ല. അതറിയില്ല സാർ, അറിയില്ല. അത് കോർഡിനേഷൻ കമ്മിറ്റി എഴുതി ചോദിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് പേഷ്യന്റ് ആര് അല്ല, നോക്കുന്നു? അത് കോർഡിനേഷൻ കമ്മിറ്റിയോട് എഴുതി ചോദിക്കുക സാർ. അതായത് നിലവിൽ സാലറി കൊടുത്തിട്ട് നിയമിക്കാൻ പറ്റുന്നത് ഡോക്ടറിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാണ്. പക്ഷെ നമ്മളിത് ഇങ്ങനെ ഡയാലിസിന്റെ വന്നു കാര്യം കഴിഞ്ഞാൽ സാറ് കോർഡിനേഷൻ കമ്മിറ്റി എഴുതി ചോദിക്കുക സാർ. അല്ല, അത് ഒരു ജില്ല എന്നുള്ളൊരു സപ്പോർട്ടും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ സപ്പോർട്ടല്ല സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LSTD പ്രൊജക്ട് ആണ്. LSTD ആണ് ചെയ്യേണ്ടത്. പലരും ഈ മാർഗരേഖയും അതുപോലെ തന്നെ സബ്സിഡി മാർഗരേഖയും ഉണ്ട് എന്ന് അറിയുക പോലും ചെയ്യാനാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ LSTD കാര്യം അവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയോട് തന്നെ ചോദിക്കണം സാർ. കോർഡിനേഷൻ. സച്ചിൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ മാഡം. ആ നമുക്ക് ഡ്രൈവർ ഇവിടെ ഉണ്ടല്ലോ സച്ചിൻ. അന്നേരം ഡ്രൈവർ ഇല്ലാതെ വാഹനം എടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് മാർഗരേഖ ഉണ്ടോ? ഇല്ല, ഡ്രൈവർ ഇല്ലാതെ പറയുമ്പം അതാണ് മാഡം, സ്വന്തമായിട്ട് വാഹനമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് വാഹന വാടക നൽകുന്നതിന് എന്നാണ് പറയുന്നത്. അപ്പോ അത് മാഡത്തിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനാണ്. ഡ്രൈവർ തസ്തിക അവിടെയുണ്ട്. ഡ്രൈവർ ഉണ്ട്, അതാണ്. അപ്പൊ നമുക്ക് ഡ്രൈവറോടുകൂടി വാഹനം എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാഡം അതിന്റെ POL മാത്രം കൊടുക്കാമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു വാഹനം കിട്ടുമോ നോക്കേണ്ടി വരും. അല്ല, അങ്ങനെ വാഹനം കിട്ടൂലല്ലോ. അത് മാഡം അതാണ് അതിന് അല്ല, ഉണ്ടെന്ന് ഇപ്പം തോന്നുന്നു. കണ്ടംനേഷൻ അങ്ങനെയാണെങ്കിൽ മാഡം അവരെ വേറൊരു സ്ഥലത്തേക്ക് അവരെ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ കൊടുത്തിട്ടാണെങ്കിൽ മാഡത്തിന് കുഴപ്പമില്ല. അപ്പൊ മാഡം അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. അതിന് എല്ലായിടത്തും ഇങ്ങനെ ഐഡ്ലിംഗ് ഉണ്ടല്ലോ സച്ചിൻ. വാഹനങ്ങളല്ലേ പോയേ, ഡ്രൈവർമാരെല്ലായിടത്തും ഉണ്ടല്ലോ. അതൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കും കൃത്യമായിട്ട് ഉറപ്പ്. അതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാണ്ടിരുന്നത്. ഇപ്പൊ തൽക്കാലം വാടകയ്ക്ക് വിളിച്ചിട്ട് അപ്പാപ്പ കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്, ഒരു വാഹനം സ്വന്തമായി എടുക്കാതെ. അതിന് കുഴപ്പമില്ല മാഡം. പക്ഷേ ഇങ്ങനെ മാസവാടകയ്ക്ക് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് അതെ മാഡത്തിന് അതെ അതെ. മാത്രമുള്ള ഒരു എന്നാ പ്രശ്നം. അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ലാബ് ടെക്നീഷ്യന്റെ ആ, നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഈ പറഞ്ഞ പോലെ പോയല്ലോ, 2 ഡോക്ടർ 2 ഇതെന്ന് അതെ അതെ. പറഞ്ഞപ്പോ ആ. അത് കോർഡിനേഷൻ കമ്മിറ്റിക്ക് മാത്രം എഴുതിയാൽ അത് അത് പുനഃസ്ഥാപിച്ച് മാഡം കിട്ടുമോ? പിന്നെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. പക്ഷേ ശരിക്കും കോർഡിനേഷൻ കമ്മിറ്റി ലേറ്റസ്റ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആ, ഡയറക്ടർ അങ്ങനെയാണ് അതിന്റെ ഉത്തരവ്. ഡയറക്ടർ അങ്ങനെയാണ്. പറയണമെന്നാണ്. അപ്പോ പക്ഷെ ഞാൻ എഴുതിയിട്ടൊന്നും ഒരു മറുപടിയും എന്റെ അടുത്ത് കിട്ടിയില്ല. അങ്ങനെ ഒരു കണക്ക് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജില്ല അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് എന്താണ് അയ്യോ, വരുന്നത് അതെന്താ നമ്മുടെയൊക്കെ ഉൾപ്പെടുത്തിക്കൂടെനാ? എന്നാലും അത് സ്റ്റേറ്റിൽ നിന്ന് DHS വന്നതാണ് മാഡം. അതിനകത്ത് ഒരു 7 ജില്ലകളിൽ ഒരു കണക്ക് ചോദിച്ചു. അപ്പൊ അതിനകത്ത് എങ്ങനെയാ തീരുമാനിക്കുക? നമ്മുടെ ചോദിച്ചില്ല. അല്ല, ഞാൻ അതുകൊണ്ട് വീണ്ടും എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉൾപ്പെടുത്തണേ. അതെ അതെ, അത് ചെയ്യാം മാഡം. അത് കോർഡിനേഷൻ കമ്മിറ്റി എഴുതിക്കോളൂ. പക്ഷെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് മാഡത്തിന് അറിയുന്ന പോലെ DHS ആണ് ആ, തീരുമാനിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോ അതെ അതെ. അവര് നിലവില് പറഞ്ഞാല് കോർഡിനേഷൻ കമ്മിറ്റി അത് നോക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. നിലവിൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ പലർക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതെ അല്ലേ, അതാണ്. കുടുംബ സംഗമത്തിന് ഈ 60 എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? അല്ല മാഡം, ഉറപ്പില്ല. അതായത് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. 2015 ഉത്തരവിനകത്ത് മാത്രമാണ് 60ഉം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ല, നമ്മളിപ്പോ സ്വതവേ എന്താന്ന് വെച്ചാൽ NHM-ല് ബ്രേക്കപ്പ് ആവുമ്പോ 120 ഒക്കെ വരുന്നുണ്ടല്ലോ. അത്ര എടുക്കലുണ്ട് പൊതുവെ. ഒരു ചോറ് പോലും മര്യാദക്ക് 60 രൂപയ്ക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ പിന്നെ എങ്ങനെയാണ് ഫുഡ് പക്ഷെ മൊത്തം അത് എനിക്ക് ഒബ്ജക്ഷൻ വന്നിട്ടില്ല. ഇത് അല്ല, അങ്ങനെ നമ്മുടെ കൊടുക്കാൻ പറ്റൂല. കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ചിട്ട്. അതെ, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2019 പിന്നെ ജിയോയെ പറ്റി അറിയാത്ത ഓഡിറ്റേഴ്സ് ആണ് വന്നതെന്ന് തോന്നുന്നു. അതെ അതെ, അതാണ്. പറഞ്ഞ് അതായത് അവര് തന്നെ പിന്നെ ഈ പറഞ്ഞ വാഹനത്തിന്റെ കാര്യത്തിനകത്തും ഒബ്ജക്ഷൻ എഴുതി വെച്ചു. അതായത് മറ്റേ കിലോമീറ്റർ 2015 ആ വെച്ചിട്ടുള്ളത്. ആ ഈ പറഞ്ഞ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ചിലപ്പോ ഇത് ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ റിസ്ക് എത്ര എടുക്കും, അതാണ്. എന്റെ കുറെ ഇതിൽ പൈസ മാഡം അത് ഇങ്ങനെ. ഭയങ്കര ലാവിഷല്ലാതെ നോക്കുക. കാരണം 2019 ജിയോനകത്തും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആർഭാടങ്ങൾ ഒഴിവാക്കിയിട്ടുന്നോ അങ്ങനെ ഒരു വാക്കുണ്ട്. അതെ അതെ. അല്ല, ഞാൻ പക്ഷെ ഇവിടെ പൊതുവെ ചെയ്യല് ജില്ലേന്നും ഒരു പാലിയേറ്റീവ് ഫണ്ട് തരലുണ്ട് കുറച്ച്. അപ്പൊ അത് രണ്ടും കൂടിയും ചേർത്തിട്ട് രാവിലത്തെ പരിപാടി ഒരു ഫണ്ടിൽ നിന്നും ഈവനിങ്ങിലെ വേറെ ഫണ്ട് ജില്ലയിലെ ഫണ്ടിൽ നിന്നും എടുക്കും. അപ്പൊ അതിന് 100 രൂപ എടുക്കണേന് വിരോധമില്ല. കാണിക്കും. അതായത് നമ്മള് സ്പോൺസർഷിപ്പിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഓഡിറ്റേഴ്സിനെ കാണിക്കാനായിട്ട് കുറച്ച് അതും കൂടെ കാണിച്ചു കഴിഞ്ഞാല് എന്നാല് ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ? പിന്നെ ഉണ്ടല്ലോ സച്ചിൻ, നമ്മള് പാലിയേറ്റീവ് നേഴ്സിന്റെ പഞ്ചായത്താണല്ലോ
ആണല്ലോ അവരെ നിയോഗിക്കുന്നത്. അത് കൊല്ലം കൊല്ലം പുതുക്കാൻ കൊടുക്കലുണ്ട് പഞ്ചായത്തില്. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ ശരിക്കും? അല്ല, ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അവരെ നമ്മള് ടെർമിനേറ്റ് ചെയ്യരുതെന്നാണ്. അപ്പൊ പിന്നെ അങ്ങനെ ടെർമിനേഷൻ അല്ല, പുതുക്കി നൽകണം എന്ന് പറഞ്ഞു കൊടുക്കലുണ്ട് പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് മാറുമ്പോ. കഴിഞ്ഞാല് അതിന്റെ സംഭവം ആവശ്യം ഉണ്ടോ? അവര് ഇപ്പം നമ്മളെ കോൺട്രാക്ട് ഉള്ള ആളുടേത് ഒരു പ്രൊജക്ടിന്റെ കാലയളവിലേക്ക് മാത്രമാണ്. അപ്പൊ നമ്മൾ അവരെ പ്രൊജക്ടിന്റെ കാലയളവ് കഴിഞ്ഞിട്ട് അവർ പുതുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭരണസമിതിന്റെ അംഗീകാരം കൂടെ ആവശ്യമാണ്. അപ്പോ അപ്പൊ നമ്മൾ എഴുതുന്നത് തന്നെയാണ് സേഫ് ഇതെന്നാണ് അല്ലെ? നമുക്ക് സേഫ്. പക്ഷെ അവരെ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു സൈഡ്. അല്ല, ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ എഴുതാനും പാടില്ലല്ലോ. പുതുക്കി നൽകണം എന്ന് എഴുതാന്നാണ് അത് എഴുതാം. തോന്നുന്നത്. എന്നിട്ട് പക്ഷെ അത് ഒബ്ജക്ഷൻ നമ്മൾ ഒന്നും എന്നിട്ട് ഒരു വരണില്ല അല്ലെ? കരാർ അവരുമായിട്ട് ഒപ്പിടുന്നത്, അതായത് നമ്മുടെ അടുത്ത സാമ്പത്തിക വർഷം, ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നവരെയുള്ള കരാർ ഒപ്പിടുന്നതും കൂടിയാണ് നമ്മൾ നല്ലത്. പലപ്പോഴും അതെ, അതാണ് നല്ലത്. എപ്പോഴും അത് കണ്ടിന്യൂസ് ആയി പോണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ കാരണം ഇവര് ചെയ്യിക്കുന്നത്. കരാർ അന്നവരെയാണ് എന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതെ. അതെ. പിന്നെ നമ്മൾ ഈ പാലിയേറ്റീവ് ലിസ്റ്റ് ഇത് ഒരുപാട് വാസ്റ്റ് ലിസ്റ്റ് അല്ലേ സച്ചിൻ? അതെ അപ്പൊ മാഡം. പക്ഷെ നമ്മളൊക്കെ നമ്മൾക്ക് പൊതുവെ ചെയ്യല് എന്റെ അറിവില് ഒന്നിലധികം സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരു ഓഡിറ്റേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് അതാണ് സാമ്പത്തികമില്ല. നമ്മളിത് ബെനിഫിഷ്യറി ലിസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യൽ എന്താന്ന് വെച്ചാൽ പഴയതിൽ നിന്ന് ഡെത്ത് ആയവരെയും പുതിയ ആഡ് ചെയ്ത ലിസ്റ്റും കൊടുത്തിട്ട് അതെ മാഡം. റിന്യൂ ചെയ്യിക്കലാണ്. അതെ, അപ്പൊ നിലവിലൊരു ലിസ്റ്റ് അവിടെ ഞാൻ ഈ പറഞ്ഞ ഉണ്ടാവുമല്ലോ. നമ്മുടെ പ്രൊജക്ടിന്റെ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ നമ്മൾ അന്നേരമുള്ള ലിസ്റ്റ് എടുത്തിട്ട് നമ്മളെ LHD കൊടുക്കുക. എന്നിട്ട് അത് കൊടുത്തതിന്റെ ഒരു രേഖ സൂക്ഷിച്ചു വെക്കാം. മിക്കവാറും അവർ അതെ, അത് കൊടുക്കലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവിടെ ചെയ്യലും ഉണ്ട് അവര്. അത് എൻ്റർ ചെയ്യുവര് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല്. എന്നാ മാഡം അത് വൺസ് ഇൻ ഇയർ എങ്കിലും ചെയ്താൽ മതി. അപ്പൊ പിന്നെ കൊല്ലത്തിലൊരിക്കൽ മതി. അത് തുടക്കത്തിലോ ഇടയ്ക്ക് വെച്ചോ എപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡെസ്ക് ടോപ്പിന് ഒബ്ജക്ഷൻ എഴുതലുണ്ട് സച്ചിൻ. ഏത് മാഡം? ലാപ്ടോപ്പ് തന്നെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഡെസ്ക് ടോപ്പ് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നു. ഞാനും മറന്നുപോയി. അതായത് ആദ്യം ലാപ്ടോപ്പ് തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു ഉത്തരവാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നീട് മാറ്റിയിട്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് നോക്കിയിട്ടാണ് അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. കാരണം ഓഫീസിൽ ലാപ്ടോപ്പിനേക്കാളും കുറച്ചുകൂടി ഡെസ്ക്ടോപ്പ് സൗകര്യം. അല്ലാതെ പക്ഷെ ബാക്കിയുള്ളവർക്ക് വാങ്ങുമ്പോ ലാപ്ടോപ്പ് ആയാലും കുഴപ്പമില്ല. പിന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോകാനും ചാൻസ് ഡെസ്ക്ടോപ്പ് വാങ്ങിക്കാമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാഡം. തോന്നണല്ലേ? അത് പക്ഷെ നമ്മൾക്ക് തന്നെ ഒബ്ജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു LSTDയുടെ. റെഫർ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിനകത്ത് പറയാം മാഡം. പക്ഷെ അത് അവര് ഡ്രോപ്പ് ചെയ്തു. ഞാൻ എഴുതി കൊടുത്തു. ഓഫീസിൽ പോകുമ്പോ ഡെസ്ക്ടോപ്പ് ആണ് നമുക്ക് ആവശ്യം, ലാപ്ടോപ്പ് അസൗകര്യമായിരിക്കും എന്നുള്ള പോലെ. അത് ഡ്രോപ്പ് ചെയ്ത് തന്നു. പക്ഷെ ഇപ്പൊ എന്താ പറയണേന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മാഡം. ഓക്കെ. ഓക്കെ സച്ചിൻ, എന്നാലൊക്കെ സച്ചിൻ ഒരു സംശയമുണ്ട്. അല്ലേ? ഓക്കെ മാഡം. ഹേമ മാഡം പറഞ്ഞോളൂ. ഈ പാലിയേറ്റീവ് ഡേയിൽ ചില സ്ഥലത്തെല്ലാം ഈ പാലിയേറ്റീവ് സംഗമം ഇങ്ങനെ ഒരു ടൂർ പോലെയെല്ലാം സംഘടിപ്പിക്കുന്നില്ലേ? അത് പറ്റുമോ? എങ്ങനെയാണത്? അതാണ് ഈ പാലിയേറ്റീവ് കുടുംബ സംഘം എന്നാണ് അതിനകത്ത് പറയുന്നത്. പക്ഷെ അത് ഇവരും നമുക്കിപ്പം ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ ഇല്ലെങ്കിൽ പഴയ ഗൈഡ് ലൈൻ നോക്കുമ്പം അതിനകത്ത് ഭക്ഷണത്തിന്റെ തുക ചെലവഴിക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ അതർ എക്സ്പെൻസ് 3000 പറയുന്നുണ്ട്. നമ്മളിപ്പോ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ടൂർ പറ്റില്ല എന്ന് പറയേണ്ടി വരും. അപ്പോ ഇനിയിപ്പോ ഇതാണ് ടൂറാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് വാഹന വാടക കൊടുത്തിട്ട് ടൂറാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചെങ്കിലും പൈസ സ്പോൺസർഷിപ്പ് വഴിയും കൂടെ കണ്ടെത്തൂ. കുറച്ച് പൈസ മാത്രം പ്രൊജക്റ്റിൽ നിന്ന് എടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഇത് മുഴുവനും ഇവരുദ്ദേശിക്കുന്നത് ഇത് ഭയങ്കരം നമ്മുടെ പഞ്ചായത്തിന്റെ പ്രൊജക്ടിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത് ആർഭാടമാക്കി എന്ന് വരുത്തരുത് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലായത്. ഓക്കെ. ശരി സാറേ ചില പഞ്ചായത്തുകള് സാറേ സംശയം. ഹലോ കേൾക്കാം സാറേ, പാലിയേറ്റീവ് ഡേ ഒബ്സർവേഷന് വേണ്ടി മാത്രമായിട്ട് പ്രൊജക്ട് വെച്ച പഞ്ചായത്തുകളുണ്ട്. അത് തെറ്റാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് 50,000 രൂപയോളം പാലിയേറ്റീവിന് വേണ്ടിയിട്ട് മറ്റേ പഞ്ചായത്തിന് ഇൻട്രസ്റ്റ് പ്രകാരം വെച്ച പ്രൊജക്ട് ഉണ്ട്. അപ്പൊ അത് നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ അന്നേരം? അതുകൊണ്ട് അങ്ങനെ പാലിയേറ്റീവ് ഡേ മാത്രമായിട്ട് പ്രൊജക്ട് പറയുന്നേ ഇല്ല. അതായത് പാലിയേറ്റീവിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വേണം അത് നടപ്പിലാക്കാൻ. അത് തന്നെ ഇങ്ങനെ പ്രൊജക്ട് വെക്കുമ്പോൾ അത് ഭയങ്കര ആർഭാടമായിട്ട് പോകും. ആർഭാടമല്ലാതെ നടത്തണം എന്നാണ് ഈ പറഞ്ഞ പുതിയ ഗൈഡ് ലൈനകത്ത് പറയുന്നത്. അപ്പൊ ആ പ്രൊജക്ട് മാറ്റിയിട്ട് പാലിയേറ്റീവിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് അത് ആർഭാടരഹിതമായിട്ട് നടത്തുക? അതായത് ഇതിനകത്ത് തുക ചെലവഴിക്കാം, പക്ഷെ എങ്ങനെയാണിത് ആർഭാടമല്ലാതെ നടത്തുക എന്നുള്ളതും കൂടെ നോക്കേണ്ടി വരും. ആ പ്രൊജക്റ്റിൽ തന്നെ നമ്മുടെ അത് കൃത്യമായിട്ട് ഓരോ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുഡ്, മറ്റേ ഓർഗനൈസിങ് എക്സ്പെൻസ്, ഈ പറഞ്ഞ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വലിയൊരു എമൗണ്ട് അല്ലേ ആവുക?
50,000 രൂപയുടെ പ്രൊജക്റ്റാണ് വെച്ചിരിക്കുന്നത്. അതിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന രീതിയിൽ ഓക്കെ, സ്പോൺസർഷിപ്പ്. നിലവിൽ അങ്ങനെ ഒരു പ്രൊജക്ട് വെക്കാനായിട്ട് മാർഗരേഖകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ സർ. ഹലോ പറഞ്ഞോളൂ. സാറേ, ഈ പ്രൊജക്റ്റില് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്കൽ പർച്ചേസിലൂടെ ആ. നമ്മൾ കൊട്ടേഷൻ വിളിച്ചിട്ട് വിളിക്കാൻ വേണ്ടി പറ്റും, അല്ലെ ഏത് ഏജൻസി തന്നെ മണിക്കണമെന്നുണ്ടോന്നില്ല നമ്മുടെ സംശയം. ഈ നമ്മുടെ ട്രെയിനിങ് മുഴുവനും കേട്ടിനോ? തുടക്കം മുതലേ കേട്ടിനോ? കേട്ടിന് അതിനകത്ത് നിന്ന് മനസ്സിലായത് എന്താണ്? ഹലോ. അല്ല, അതിനകത്ത് തുടക്കം മുതലേ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അല്ല, ട്രെയിനിങ് കേട്ടിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നമ്മൾ പറയുന്നത് CPR CS-ന്റെ ആ കമ്പ്യൂട്ടർ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ജെമ്മെന്നോ വാങ്ങിക്കണം എന്നാണ്. അത് അങ്ങനെ അല്ലാതെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ അതിന് നമ്മൾ കൃത്യമായിട്ട് കാരണം കാണിക്കേണ്ടി വരും. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് സാർ. തന്നെ, അതായത് ആ 2 സൈറ്റ് വഴിയല്ലാതെ ജെമ്മോ അല്ലെങ്കിൽ മറ്റേ CPR CS വഴിയല്ലാതെയോ ജമ്മാണെങ്കിൽ സാറേ അന്നേരം അത് പഞ്ചായത്ത് നമുക്ക് അതിന്റെ ഇത് പിന്നെ അതൊന്നും നമ്മുടെ ഓഡിറ്റേഴ്സിന് ഇതൊക്കെ ഒരു റീസൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പഞ്ചായത്ത് നിങ്ങൾക്ക് ജെമ്മിന്റെ ഇത് തന്നിട്ടില്ല എന്നൊക്കെ. നമ്മളിപ്പോ 2-3 തവണ വെച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, അല്ല, അതാണ്. അതിനകത്ത് അതൊന്നും ഒരു ഓഡിറ്റേഴ്സിന് അത് റീസൺ അല്ല. പക്ഷേ പിന്നെ നിങ്ങൾക്ക് അത് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഓഡിറ്റ് ഞാനിപ്പോ ക്ലാസ് പറയുന്നൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു എന്ന് വെച്ചോ, നിങ്ങൾ എന്ത് മറുപടി കൊടുക്കുക? എന്തുകൊണ്ട് നിങ്ങൾ അത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതിന് എന്ത് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് അങ്ങനെ മറുപടി കൊടുക്കാനില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, KMSയിൽ നിന്ന് പിന്നെ ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, മെഡിസിൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. KMSയിൽ നിന്ന് മെഡിസിൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാണ്. അത് നിലവിലെ ഗൈഡ് ലൈൻ ഏറ്റവും കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഇതിനകത്ത് പറയുന്നത് KMSയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ക്ലാസ്സിനകത്തും അത് കാരുണ്യ ജനൌഷധിയിൽ നിന്ന് വാങ്ങിക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ അടിയന്തര ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് പിന്നെ എഴുതി തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ, മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാരുണ്യെന്നോ ജനൌഷധിന്നോ വാങ്ങിക്കാം. പക്ഷെ അത് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ അടിയന്തര ആവശ്യം എന്തായിരുന്നു എന്നുള്ളത്. പാലിയേറ്റീവ് ടീം ഫുഡ് എക്സ്പെൻസ് അലോട്ട് ഫോർ ട്രെയിൻഡ് പേഴ്സൺസ് ഫ്രം വളണ്ടിയേഴ്സ് ലിസ്റ്റ് ഓൺലി ഓർ 2 ടീം മെമ്പേഴ്സ് ലൈക്ക് പാലിയേറ്റീവ് നഴ്സ്. അത് ചില LSCD ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതായിട്ട് കണ്ടു. അതായത് ഈ ടീമിനകത്ത് നമ്മുടെ നഴ്സിനൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് എങ്ങനെയാണത് പറയുന്നത് എനിക്കറിയില്ല. കാരണം പാലിയേറ്റീവിന്റെ ഹോം കെയർ ടീം അംഗങ്ങൾക്ക് കൊടുക്കാന്നാണ് പറയുന്നത്. അവർ ഫീൽഡിലാണ് പോകുന്നത്. അപ്പൊ അത് കൊടുക്കാമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചില ഓഡിറ്റേഴ്സ് അത് ഒബ്ജക്ഷൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ JPH-നും അതുപോലെ തന്നെ JHIക്കും പാലിയേറ്റീവ് നഴ്സിനും ഇത് കൊടുത്തതിന്. പക്ഷെ അത് ജിയോ നോക്കുമ്പം ടീം അംഗങ്ങൾക്ക് കൊടുക്കാമെന്ന് തന്നെയാണ് അതിനകത്തുള്ളത്. ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇൻസെന്റീവ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ മാർഗരേഖകത്ത് സോഴ്സ് റിഡക്ഷന്റെയോ അല്ലെങ്കിൽ ക്ലോറിനേഷന്റെ ഒക്കെ ഇൻസെന്റീവ് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് കൂട്ടണ്ട. മാർഗരേഖകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ ഈ കമ്പ്യൂട്ടറിന്റെ മറുപടി പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? എന്തുകൊണ്ട് സോഴ്സ് റിഡക്ഷനും ക്ലോറിനേഷനും ഇൻസെന്റീവ് കൊടുത്തു? അത് മാർഗരേഖകത്ത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പ്രഥമ ശുശ്രൂഷന്റെ പരിശീലനത്തിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നടപ്പിലാക്കിയ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് പ്രഥമ ശുശ്രൂഷ പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ മാനിക്വിൻസ് ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ഇത് കൊടുത്തതാണ്. അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാത്ത സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അതിനൊരു ഫിസിക്കൽ അച്ചീവ്മെന്റ്, അതായത് പ്രത്യേക പ്രഥമ ശുശ്രൂഷ പരിശീലനം നടത്തിയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് ഫിസിക്കൽ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് മാർഗരേഖക്കകത്ത് അങ്ങനെ ഒരു പരിശീലനത്തെ പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡയാലിസിസ് ചെയ്യുന്നവർക്ക് മെഡിസിൻ എന്നുള്ള പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ 2023 ഒക്ടോബറിലാണ് നമ്മുടെ മെഡിസിൻ വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു
സ്ഥാപനത്തിൽ, അതായത് ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ മെഡിസിൻ വാങ്ങുന്നത് ആ സ്ഥാപനത്തിലെ ഫാർമസിയിൽ നിന്നും ഡിസ്പെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പം ജില്ലാശുപത്രിയിൽ പറയുകയാണെങ്കിൽ അവിടെ ഗ്യാസ്ട്രോന്റെ മെഡിസിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിസിൻ വാങ്ങുന്നത് അവർ നിർത്തി. കാരണം അവിടെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഇല്ല. അതേസമയം അവിടെ ന്യൂറോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും ഉണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെയുള്ള മെഡിസിൻ വാങ്ങുന്നുണ്ട്, മറ്റുള്ള മെഡിസിൻ വാങ്ങുന്നത് നിർത്തി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മാറ്റമുണ്ടോന്ന് അറിയില്ല. എന്നായി കഴിഞ്ഞാലും നമ്മുടെ നിലവിലുള്ള മാർഗരേഖയോ അല്ലെങ്കിൽ ഗൈഡ് ലൈനോ പറയുന്നത് എന്ത് മെഡിസിൻ ആണോ നമ്മുടെ PHCയുടെ ഫാർമസിയിലും ഡിസ്പെൻസ് ചെയ്യുന്നത്, അങ്ങനെ ആ ഡോക്ടർക്ക് എഴുതുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടർമാരുടെ കപ്പാസിറ്റിയിൽ എഴുതാൻ പറ്റുന്ന മെഡിസിനെ വാങ്ങിക്കേണ്ടതാണ്. ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള മെഡിസിൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മാർഗരേഖയ്ക്കകത്ത് വെളിയിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. അതിന് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. സച്ചിൻ, അങ്ങനെ ഉണ്ടെങ്കിലേ ഇരിട്ടി ബ്ലോക്കിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കീഴ്പള്ളി മെഡിക്കൽ ഓഫീസറും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ അത് അവര് ബ്ലോക്കിന്റെ കീഴിലുള്ള ഞാൻ സ്ഥാപനങ്ങളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാ. ആ ജിയോയും കൂടെ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടാൻ 2023 പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അതായത് നമ്മളെ വേറെ എവിടെയെങ്കിലും, അതായത് അങ്ങനെയുള്ള മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന മെഡിസിൻ ആയിരിക്കില്ല അതിനകത്ത്, വേറെ ആരെങ്കിലും എഴുതുന്ന മെഡിസിൻ നമ്മൾ വാങ്ങിക്കാനായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ടതില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുമോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഉറപ്പില്ല. നിലവിൽ മാർഗരേഖ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. അതായത് നമ്മൾ എഴുതുന്നത് മാത്രം നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്നുള്ളത്. ശരി, ഇതിപ്പം ചാറ്റ് ബോക്സിൽ വന്നതാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മെഡിസിൻ പർച്ചേസ്, ക്യാൻസർ പേഷ്യൻസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിനെല്ലാം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അതെ മാഡം, അത് നിലവിലെ അത് പ്രകാരം അങ്ങനെ നമ്മളെ ഡോക്ടേഴ്സ്, അതായത് നമ്മുടെ ആ സ്ഥാപനം CHC ആണെങ്കിൽ CHCയിൽ ഇരിക്കുന്ന ആ ഡോക്ടേഴ്സ്, അവിടെ ഇപ്പം ക്യാൻസർ ഡോക്ടർ ഉണ്ടെങ്കിൽ അവരെഴുതുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ല എങ്കിൽ കൊടുക്കേണ്ട എന്നുള്ളതാണ് നിലവിലെ മാർഗരേഖയിൽ പറയുന്നത്. ശരി. ഓക്കെ, വേറെ ആർക്കും സംശയമൊന്നും ഇല്ലെങ്കിൽ ഒരു ആയുർവേദ ആശുപത്രിക്ക് മരുന്ന് വാങ്ങുന്ന പ്രൊജക്ട് ആയുർവേദ ആശുപത്രി പലപ്പോഴും നമ്മൾ സംശയമുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് അവരുടെ ഇന്റന്റ് വാങ്ങിച്ചിട്ട് അത് ആ സെക്രട്ടറി വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അവർ നമ്മളെ കൊണ്ടാണ് കാലാകാലങ്ങളായി ചെയ്യിക്കുന്നതെങ്കിൽ അതിനകത്തൊരു മാറ്റം വേണമെന്നുള്ളത്, നമ്മുടെ സാങ്കേതിക പരിജ്ഞാനം ഇല്ല അതിനകത്ത് ആയുർവേദ മെഡിസിന്റെ അകത്ത് എന്നുള്ളത്. അപ്പോൾ ട്രഷറിയും ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആവുമെന്ന് മാഡത്തിനോട് അപ്പോൾ അത് ശരി തന്നെയാണ്. അതായത് പിന്നെ ആ പറഞ്ഞ അവിടെ NHM ഡിസ്പെൻസറി ഉണ്ടാകും. NHM ഡിസ്പെൻസറിയിലെ ഡോക്ടർ അതിന്റെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞ പോലെ മറ്റേ അവരുടെ ഹോം കോലല്ലോ അവരുടെ ഔഷധിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യേണ്ടത് തന്നെയാണ്. സച്ചിൻ, ഈ അതിദാരിദ്ര പേഷ്യൻസ് ഇല്ലേ, അവർക്ക് ഇപ്പൊ നമ്മൾ എറിത്രോപോയിറ്റിനെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു അതിപ്പം വ്യത്യാസം പ്രശ്നമാണ്. തന്നെയാണ്. അത് ചെയ്യാം. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രൊജക്റ്റാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീം പോവർട്ടി പേഷ്യൻസിന് ഉള്ള പ്രൊജക്ട് പലപ്പോഴും നടപ്പിലാക്കാത്തത് പ്രശ്നം ഉണ്ടാകാറുണ്ട്. എക്സ്ട്രീം പോവർട്ടി പേഷ്യൻസിനുള്ള പ്രൊജക്ട് വേണം. അതിനകത്ത് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാം. അതിനകത്ത് ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഇല്ല, നമ്മൾ എഴുതുന്നതായിരിക്കണം എന്നില്ല. കൂടാതെ തന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ടുപോകണമെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊജക്ട്, അതായത് എക്സ്ട്രീം പോവർട്ടിന്റെ ഒരു പ്രൊജക്ട് നിർബന്ധമായിട്ടും ഉണ്ടാക്കാനായിട്ടും നോക്കുക. അതിനകത്ത് ഈ പറഞ്ഞ മെഡിസിൻ വാങ്ങുന്നതിന് തടസ്സമില്ല. സച്ചിൻ, ഒരു ഡൗട്ട് കൂടെ. കുറ്റാട്ടൂരാണ്. കുറ്റാട്ടൂർ അതിദരിദ്ര വിമുക്ത പഞ്ചായത്ത് അത് വന്നതാണ്. പ്രഖ്യാപിച്ചിട്ടുള്ള പഞ്ചായത്താണ്. പക്ഷെ മരുന്ന് വാങ്ങാൻ വേണ്ടി പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ? അപ്പോ അതിദരിദ്രർ ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിന്റെ ബെനിഫിഷ്യറി എന്നുള്ളതും കൂടെ നോക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിദരിദ്രരെ അവരെ ആ സ്റ്റേറ്റില് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് കിറ്റും മരുന്നും വാങ്ങണം എന്ന് പറഞ്ഞിട്ടാ പ്രൊജക്ട്. അല്ല, അത് ശരിയാമോ എന്ന് എനിക്കറിയില്ല. ഹലോ, അതെ, ഞാൻ കേട്ടു. അതായത് അങ്ങനെ അത് ശരിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെച്ചിട്ട് ഈ പറഞ്ഞ ബെനിഫിഷ്യറിന്റെ ലിസ്റ്റ് അവരോട് തരാൻ വേണ്ടി പറയണം. അവര് പറയുന്നവർക്ക് നമ്മൾ കൊടുക്കാം. അത് പക്ഷെ ചോദിച്ചിട്ടുണ്ട് അവര്. അതെ, എന്തിനു കഴിഞ്ഞാലും ഫുഡിന്റെ നമ്മൾ ഏറ്റെടുക്കുകയോ ചെയ്യരുത്. മെഡിസിന്റെ കാര്യത്തിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ അന്നേരം നമ്മൾക്ക് വരാം. നമ്മളെ ശരി, അവരെ നമ്മുടെ പിന്നെ ഇപ്പം നിലവിൽ അവര് അതിദരിദ്രരല്ല. അപ്പോ അവർക്ക് നമ്മുടെ PHC എഴുതുന്ന മെഡിസിൻ കൊടുക്കാം എന്നുള്ള രീതിയിൽ ആക്കേണ്ടി വരും. അല്ലാതെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.
അതിദാരിദ്ര്യരുടെ ഓക്കെ, ലിസ്റ്റ് വെക്കണം ബെനിഫിഷ്യറി അല്ലേ? ലിസ്റ്റ് ഞങ്ങൾക്ക് എന്തായാലും ചോദിച്ചിട്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് ഉണ്ട്, എന്നാലും കൊടുക്കാൻ വിട്ടുപോയോണ്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട്. ഇവിടെ ആ ലിസ്റ്റ് വാങ്ങിയതാണ്, ഓക്കെ. ഓഡിറ്റിന് പോകുമ്പോൾ എടുക്കാൻ ഏത് വിട്ടുപോയോണ്ട്. ബെനിഫിഷ്യറിക്കാണോ നമ്മൾ കൊടുക്കുന്നത് ആ ബെനിഫിഷ്യറി ലിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണസമിതി അപ്രൂവ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളത് വാങ്ങിച്ചു വെക്കേണ്ടത് ആ ഉം. ഇപ്പൊ കൊളച്ചേരിയിൽ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം 79 അതിദാരിദ്ര്യർ ഉണ്ടായിരുന്നു ഫാമിലി. ഇപ്രാവശ്യം അത് 3 കുറച്ചു. അപ്പൊ ഉം. ഞാൻ പറഞ്ഞ ലിസ്റ്റ് തന്നാലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരിപ്പോ പുതിയ ലിസ്റ്റ് തന്നു. ഓക്കെ. അതിലിങ്ങനെ എഴുതിയിട്ടുള്ളത് മരുന്നും ഫുഡും കൊടുക്കുന്നത് ഒഴിച്ചിട്ട് അവരെ വിമുക്തരാക്കി എന്നും പറഞ്ഞിട്ട് ഒരു 73 ആളെ ലിസ്റ്റ് ആക്കിയിട്ട് ഭരണസമിതി അംഗീകരിച്ചു. അതായത് മരുന്ന് തുടർന്ന് കൊടുക്കണം എന്ന് തന്നെ അതിൽ എഴുതിയിട്ട് തന്നിട്ടുണ്ട് ഇപ്പൊ ആ എനിക്ക്. ആ ആ ആ. അതെ അതെ, അങ്ങനെ തന്നെയാണ് നല്ലത്. ആ സച്ചിൻ, ഇത് കുറുമാത്തൂരിന്നാണേ. പിന്നെ ഒരു ഡൗട്ട് കൂടെ, ഹിയറിംഗ് എയ്ഡ് ഫോർ ഓൾഡ്. ഹലോ, ആ പറഞ്ഞോളൂ. ആ ഈ അതിദരിദ്രർക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കുന്നതിലെ അവരുടെ പല മരുന്നുകളും ചിലതൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകളാണ്. അവർക്ക് അത് തന്നെ വേണമെന്നുള്ള രീതിയിൽ അല്ല, അതാണ് അവരുടെ ഈ ഡോക്ടേഴ്സിന്റെ ബ്രാൻഡഡ് മെഡിസിൻസ് വാങ്ങിക്കുന്നതിനകത്ത് നമുക്കൊരു തടസ്സമുണ്ട്. നമ്മളെങ്ങനെ ബ്രാൻഡഡ് തന്നെ വാങ്ങിക്കുക? അതാണ് ഒരു കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പിന്നെ ഇത് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ബ്രാൻഡഡ് അല്ലാണ്ടുള്ളത്. ഓക്കെ. അങ്ങനെ വാങ്ങിക്കുന്നതിന് ഓക്കെ, പിന്നെ അത് വേറെ മാത്രല്ല കോമ്പിനേഷൻ മെഡിസിനും വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും ഉണ്ട് തോന്നുന്നല്ലേ? അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾക്കും പിന്നെ ബ്രാൻഡഡിലേക്ക് പോകുന്ന പോലെ തന്നെ ആയില്ലേ, ജനറിക് ആവില്ലല്ലോ. അപ്പോൾ ജനറിക് ആയി സ്പ്ലിറ്റപ്പ് ആക്കിയിട്ടാ വാങ്ങുന്നത്. നമ്മള് ജനൌഷധിന്ന് നമ്മുടെ ഭരണസമിതിന്റെ അംഗീകാരം വാങ്ങിയിട്ടാ വാങ്ങുന്നത് ഇപ്പൊ. ജനറിക് വാങ്ങിക്കുന്നത് തന്നെയാണ് നമ്മൾക്ക് സേഫ്. ഓക്കെ, വേറൊരു സംശയം, ബയോമെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത് ജെം പോർട്ടൽ വഴി വാങ്ങിക്കേണ്ട എന്നുള്ള ഇളവുണ്ടോ? അല്ല, ബയോമെഡിക്കലിനല്ല. അതിനകത്ത് ഇളവ് കണ്ടിട്ടുള്ളത് പിന്നെ ലാബ് ഐറ്റംസിനാണ്. ബയോമെഡിക്കലിനകത്ത് ഇളവ് കണ്ടിട്ടില്ല. ആ ജെമ്മിന്റെ ഒരു ജിയോ ഒന്ന് എടുത്ത് നോക്കണം. ആ ജെമ്മിന്റെ ജിയോയ്ക്കകത്ത് ലാബ് ഐറ്റംസിന് ഇളവ് കണ്ടിട്ടുണ്ട്. ഓക്കെ. സച്ചിൻ, ഡയാലിസിസ് പ്രൊജക്ടിന്റെ ഇംപ്ലിമെന്റേഷന്റെ നിലവിലെ അവസ്ഥ എന്താണ്? അത് DPCയിലാണ് തീരുമാനിക്കേണ്ടത്. DPCയുടെ നിർദ്ദേശം കത്തായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്യണം. സച്ചിൻ ഡോക്ടർ, ഒരു ഡൗട്ട് ഉണ്ട്. ആ, അതെ, വയോജനങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രൊജക്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഹിയറിംഗ് എയ്ഡ്, അതായത് ഈ വയോജനങ്ങൾക്ക് അധികപേർക്കും ഈ കേൾവി. അല്ല, അങ്ങനെയുള്ള സംഭവം ICDS അല്ലേ ചെയ്യേണ്ടത്? നമ്മളതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കില്ല. ICDS ഇപ്പൊ ആരോഗ്യവകുപ്പിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അല്ല, അതാണ് ഈ പറഞ്ഞ ഉത്തരവുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതായത് ആരോഗ്യ വകുപ്പിന് കൊടുത്തു എന്നല്ല, നേരത്തെ അത് പിന്നെ ഈ പറഞ്ഞ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആണ് ചെയ്യുന്നത്, KSSM ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ KSSM ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഏൽപ്പിച്ചു. ആരാണ് സ്റ്റേറ്റ് ഏജൻസി? SHI ആണ്. SHI നമ്മുടെ വകുപ്പാണോ? ഈ ഹെൽത്ത് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ഇടുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. നമ്മൾ അവർ പറയുന്ന കേട്ട് വിശ്വസിച്ച് വരരുത്. അവരവിടെ അങ്ങനെയാണെങ്കിൽ അത് ആ പറഞ്ഞ സാധനം കാണിക്കാൻ പറയണം. ആ പറഞ്ഞ സാധനത്തിനകത്ത് ഇതാണുള്ളത്. ഈ പറഞ്ഞ KSSM ചെയ്തുകൊണ്ടിരുന്നത്, ആ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ചെയ്തുകൊണ്ടിരുന്നത്, നിലവിൽ ഇനി മുതൽ SHA സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് ചെയ്യുക. നിങ്ങൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയെ സമീപിക്കുമെന്ന് പറയുന്നത് നമ്മളല്ല. ഹെൽത്ത് എന്ന് പറഞ്ഞ എല്ലാ സംഭവം നമ്മളല്ലല്ലോ. അതുകൊണ്ട് ഇത് ആരും നമുക്ക് അവർക്ക് ബെനിഫിഷ്യറിനെ ഉണ്ടാക്കി കൊടുക്കും. മറ്റേ ഇവിടെ അത് പറയുന്നുണ്ട്, ബെനിഫിഷ്യറിനെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഇനി മറ്റാർക്ക് സംശയമില്ല എങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.